ഹലോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ചെയ്ത ഷോർട്ട് വീഡിയോയുടെ തന്നെ ലോങ് വീഡിയോ ഇന്നും കണ്ടാലോ. ഈ സ്റ്റോറിയുടെ വൺ ലൈൻ എന്തെന്ന് വെച്ചാൽ, കഥയിലെ നായികയുടെ രണ്ടാനച്ഛനാവട്ടെ അയാളുടെ ആദ്യത്തെ ഭാര്യയിലുണ്ടായ മന്ദബുദ്ധിയായ മകനെ കൊണ്ട് ഹീറോയിനെ വിവാഹം കഴിപ്പിക്കാനായി തീരുമാനിക്കുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടാനായി അവളാവട്ടെ ഒരു മുൻപരിചയവുമില്ലാത്ത യുവാവിനെ ബ്ലൈൻഡ് ഡേറ്റിലൂടെ കണ്ടുമുട്ടി അന്ന് തന്നെ വിവാഹിതരാവുകയും ചെയ്യുന്നു. അവൻ ശരിക്കും ആരാണെന്നും പിന്നീട് അവർക്കിടയിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളതാണ് സ്റ്റോറി. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും അതുപോലെ തന്നെ ഹൈപ്പ് ഓപ്ഷൻ കൊടുക്കാനും മറക്കണ്ട. പിന്നീട് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്കും കൂടി ചാനലിൽ കൊടുത്തിട്ടുണ്ട്, അതും കൂടി ഒന്ന് കയറി ഫോളോ ആക്കണേ. ഡ്രാമയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മുടെ ഹീറോയും ഹീറോയിനെയാണ് കാണിക്കുന്നത്. അവരൊരു ബ്ലൈൻഡ് ഡേറ്റിന് വന്നിരിക്കുകയായിരുന്നു. ഹീറോയുടെ മുത്തശ്ശിയാവട്ടെ അവന്റെ വിവാഹ കാര്യത്തിൽ വല്ലാതെ സീരിയസ് ആയിരുന്നു. എത്രയും പെട്ടെന്ന് വിവാഹം കഴിക്കാൻ അവനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഹീറോ ഇപ്പോൾ ഇങ്ങനെ ഒരു ബ്ലൈൻഡ് ഡേറ്റിന് എത്തിയിരിക്കുന്നത്. അല്ലാതെ അവനും വിവാഹത്തിനോട് തീരെ ഇൻട്രസ്റ്റ് ഇല്ല. ഹീറോയിന്റെ രണ്ടാനച്ഛനാവട്ടെ അയാളുടെ മന്ദബുദ്ധിയായ മകനെ കൊണ്ട് ഹീറോയിനെ വിവാഹം കഴിക്കാൻ നിർബന്ധിക്കുകയായിരുന്നു. മാനസിക പ്രശ്നമുള്ള യുവാവായതുകൊണ്ട് തന്നെ അവളെ വിവാഹം കഴിക്കുമ്പോൾ എല്ലാം മാറുമെന്നാണ് അവളുടെ രണ്ടാനച്ഛൻ കരുതിയിരിക്കുന്നത്. ഇതിനെല്ലാം ഉപരി ഹീറോയിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അവളുടെ യൂട്രസിന് എന്തോ കുഴപ്പമുള്ളത് കൊണ്ട് തന്നെ ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കാൻ അവൾക്ക് സാധിക്കുകയില്ല. ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞതിന് ശേഷം തന്നെയാണ് അവൾ അവനോട് വിവാഹം കഴിക്കാമെന്ന് പറയുന്നതും. ഹീറോ കുറച്ചു നേരം ഒന്ന് ആലോചിച്ച് നോക്കുന്നുണ്ട്. എന്നിരുന്നാലും അവൻ ഉടനടി തന്നെ വിവാഹം കഴിച്ച് ഒരു പെൺകുട്ടിയെ കൂടെ കൂട്ടിയേ മതിയാവൂ. അല്ലാതെ അവളുടെ മറ്റു പ്രശ്നങ്ങളൊന്നും അവനെ തീരെ ബാധിക്കുന്നതേയില്ല. അവന് വേണ്ടിയിട്ട് ഒരു പെൺകുട്ടി അവന്റെ വീട്ടുകാർ നോക്കി വെച്ചിട്ടുണ്ട്. അവളിൽ നിന്ന് രക്ഷപ്പെടുകയും വേണം. അവന്റെ മുത്തശ്ശി പറഞ്ഞ പോലെ വിവാഹവും കഴിക്കണം. അതിനു വേണ്ടിയിട്ട് അവളോട് അവൻ വിവാഹത്തിന് സമ്മതിക്കുന്നു. പക്ഷേ അവരുടെ വിവാഹം അവർക്കിടയിൽ മാത്രം ഒതുങ്ങി നിന്നാൽ മതിയെന്നും ഈ വിവരം പബ്ലിക്കിനെ അറിയിക്കാതെ സീക്രട്ടായി തന്നെ മുന്നോട്ട് പോകണമെന്നൊരു നിബന്ധനയും ഹീറോ വെക്കുന്നുണ്ട്. എന്തായാലും ഹീറോയിനെ എന്നെ സമ്മതിക്കുന്നുമുണ്ട്. അവരിരുവരും സിവിൽ ബ്യൂറോയിലേക്ക് പോയി വിവാഹിതരാവുകയും ചെയ്യുന്നു. ഇതിലും പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് വെച്ചാൽ, എണ്ണമറ്റ കമ്പനികളുടെ CEO ആയിരുന്നു അവൻ. പക്ഷേ അവളോട് അവൻ പറഞ്ഞതെന്തെന്ന് വെച്ചാൽ, അവന്റെ സ്വന്തം കമ്പനിയിലെ വെറുമൊരു തൊഴിലാളിയാണ് അവനെന്നും മാസം 30,000 മാത്രമേ ശമ്പളമുള്ളൂ എന്നും നിലവിലൊരു വാടക വീട്ടിലാണ് താമസമെന്നും ഇപ്പോൾ ഒരുപാട് ജോലികൾ തനിക്ക് ബാക്കിയുണ്ട്. അവളുടെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് തന്റെ വാടക വീട്ടിലേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞ് അവൻ ആ വീടിന്റെ കീയും അവൾക്ക് നൽകുന്നു. അവളും അവന്റെ അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ വാങ്ങിയതിനു ശേഷം സാധനങ്ങൾ പാക്ക് ചെയ്യാനായി അവളുടെ വീട്ടിലേക്ക് പോകുന്നു. ഹീറോയിനാണെങ്കിൽ ഇതുവരെ 20 വയസ്സ് പോലും പൂർത്തിയായിട്ടില്ല. 19 നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അവളാണെങ്കിൽ ഒരു കോളേജ് സ്റ്റുഡന്റ് ആണ്. പഠനത്തോടൊപ്പം തന്നെ അവൾ സ്കൂൾ കുട്ടികൾക്ക് ട്യൂഷനും എടുക്കുന്നുണ്ട്. അവളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സഹപ്രവർത്തകയാണ് ഹീറോയുമായിട്ടുള്ള ബ്ലൈൻഡ് ഡേറ്റ് ഏർപ്പാടാക്കിയത്. ഹീറോ ഒരു ധനികനാണെന്നുള്ള വിവരം അവർക്കും അറിയില്ലായിരുന്നു. ഹീറോ രാത്രിയിൽ അവൾ എത്ര മണിക്ക് എത്തുമെന്ന് മെസ്സേജ് അയച്ച് ചോദിക്കുമ്പോൾ അവളാണെങ്കിൽ അവനെ ബ്ലോക്ക് ചെയ്തിരിക്കുകയായിരുന്നു. വല്ലാതെ ടെൻഷനായ ഹീറോ ആവട്ടെ ഉടനടി തന്നെ ആ സഹപ്രവർത്തകരെ വിളിച്ചിട്ട്, ആ പെൺകുട്ടി എന്നെ പറ്റിച്ചെന്ന് തോന്നുന്നല്ലോ, അവളെന്താ എന്നെ സ്കാം ചെയ്തിരിക്കുകയാണോ, അവളെന്നെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണെന്ന് പറയുമ്പോൾ, അങ്ങനെയൊന്നുമില്ല സാർ, ഞാൻ ഇപ്പോൾ തന്നെ അവളെ കോണ്ടാക്ട് ചെയ്യാമെന്ന് പറഞ്ഞ് അവർ കോള് കട്ട് ചെയ്യുന്നുണ്ട്. ഈ പയ്യന്റെ പേര് ടോം എന്നാണ്. ഹീറോയുടെ കസിൻ ബ്രദർ ആണ്. ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ പഠിക്കാനായി ഹീറോയോടൊപ്പം ഒരു അസിസ്റ്റന്റിനെ പോലെ കൂടിയിരിക്കുകയാണ് അവൻ. എനിക്കൊരു ചേട്ടത്തി കിട്ടിയെന്ന് പറഞ്ഞ് ഞാൻ വളരെയധികം സന്തോഷിച്ചതാ. ഇപ്പൊ ഇതൊക്കെ കാണുമ്പോൾ അവള് നിന്നെ പറ്റിച്ചിട്ട് പോയെന്നാ തോന്നുന്നേന്നൊക്കെ പറഞ്ഞ് ഹീറോയെ അവൻ കളിയാക്കുന്നു. ക്ലാസ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഒരുപാട് ലേറ്റ് ആയിരുന്നു. ഇപ്പോഴാണ് സഹപ്രവർത്തക അവളെ വിളിക്കുന്നത്. എന്താ മോളെ നീ ചെയ്തത്? അവനാണെങ്കിൽ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. നീ എന്തിനാ അവനെ ബ്ലോക്ക് ചെയ്തത്? അവൻ കരുതിയിരിക്കുന്നത് നീ സ്കാം ഒക്കെ ചെയ്യുന്ന പെൺകുട്ടിയാണെന്നാണ്. പെട്ടെന്ന് തന്നെ അവനെ വിളിച്ച് സംസാരിക്കാനും ആ സ്ത്രീ അവളോട് പറയുന്നു, അയ്യോ ഞാൻ അവനെ ബ്ലോക്ക് ചെയ്തോ, അറിയാതെ ചെയ്തു പോയാണെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ അവള് ഹീറോയെ കോൾ ചെയ്യുന്നു. അയ്യോ അറിയാതെ കൈതട്ടിയാണ്ട് ബ്ലോക്ക് ആയി പോയതാണ്, അല്ലാതെ ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല, ഇത് വെറും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ക്ലാസ് കഴിയാൻ ഒരുപാട് ലേറ്റ് ആയി. ഞാനിനി പാക്ക് ചെയ്തൊക്കെ ഇറങ്ങുമ്പോൾ ഒരുപാട് ലേറ്റ് ആവും. അതുകൊണ്ട് തന്നെ നാളെ രാവിലെ ഞാൻ അങ്ങ് എത്തിക്കോളാം എന്ന് അവൾ പറയുമ്പോൾ, ശരി നിന്റെ വീട്ട് അഡ്രസ്സ് പറഞ്ഞു തന്നാൽ മതി, നാളെ തന്നെ ഞാൻ വന്ന് നിന്നെ പിക്ക് ചെയ്തോളാം എന്ന് പറഞ്ഞ് ഹീറോയും കോള് കട്ട് ചെയ്യുന്നു. വീട്ടിലേക്ക് അവൾ എത്തിയപ്പോൾ തന്നെ അവളുടെ അമ്മയുടെ ഭർത്താവ് തന്റെ മകൻ നാളെ തന്നെ ജയിലിൽ നിന്നും മടങ്ങി വരുമെന്നും നാളെ തന്നെ അവരിവരുടെ വിവാഹം നടത്തണമെന്നും അയാൾ ആവശ്യപ്പെടുന്നു. ആ യുവാവ് മാനസിക വെല്ലുവിളി നേരിടുന്നുണ്ടെങ്കിലും വഴിയിൽ കൂടെ പോകുന്നവരെയൊക്കെ പിടിച്ച് തല്ലുകയൊക്കെ ചെയ്യുമായിരുന്നു. അതുകൊണ്ടാണ് അവൻ ജയിലിലായത്. അതുകൊണ്ട് തന്നെ മറ്റ് വിവാഹ ബന്ധങ്ങളൊന്നും അവന് വരില്ലെന്നും ഹീറോയിനാണ് കുഞ്ഞിനെ പ്രസവിക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ മറ്റു വിവാഹാലോചനകളൊന്നും വരില്ല എന്നും ഒരുമാതിരി അവളെ അപമാനിക്കുന്ന രീതിയിൽ തന്നെ അയാൾ സംസാരിക്കുന്നു. അവരോടൊപ്പം തന്നെയാണ് ഈ രണ്ടാനച്ഛന്റെ മകളും താമസിച്ചുകൊണ്ടിരുന്നത്. അവൾ ഓൾറെഡി പ്രഗ്നന്റ് ആണ്. പക്ഷേ ഇതുവരെ വിവാഹമൊന്നും കഴിച്ചിരുന്നില്ല. ഇതിലെ കോമഡി എന്തെന്ന് വെച്ചാൽ, ഹീറോയുടെ കമ്പനിയില്ലേ, ആ കമ്പനിയിലെ ഒരു സൂപ്പർവൈസറാണ് ഈ പെൺകുട്ടിയുടെ ബോയ് ഫ്രണ്ട്. ഈ പെൺകുട്ടിയാണെങ്കിൽ എപ്പോഴും അവളുടെ ബോയ് ഫ്രണ്ടിനെ കുറിച്ച് അവൻ എത്ര വലിയ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് അറിയുമോ,
അവനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം, അവൻ എത്ര വലിയ ആളാണെന്നറിയാമോ എന്നൊക്കെ ഓരോന്ന് പറഞ്ഞ് സീൻ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഹീറോയിൻ ആവട്ടെ, നിങ്ങളുടെ മകനെ ഒന്നും എനിക്ക് വിവാഹം ചെയ്യാൻ സാധിക്കില്ല, എന്റെ വിവാഹം ഓൾറെഡി കഴിഞ്ഞു എന്ന് പറഞ്ഞ് മാരേജ് സർട്ടിഫിക്കറ്റ് ഒക്കെ കാണിക്കുന്നുണ്ട്. ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും വെച്ചാ ഇവള് നിങ്ങളെ പറ്റിക്കാൻ നോക്കുകയാണ്, അല്ലെങ്കിൽ തന്നെ ഇവളെയൊക്കെ ആരും വിവാഹം കഴിക്കാനാ, മര്യാദക്ക് എന്റെ സഹോദരനെ വിവാഹം കഴിച്ചോ, അല്ലെങ്കിൽ ഞാൻ എന്റെ ബോയ് ഫ്രണ്ടിനോട് പറഞ്ഞാൽ നിന്റെ കാര്യം അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞ് ആ പെൺകുട്ടി ഹീറോയിനെ വരട്ടാൻ ശ്രമിക്കുന്നു. എന്നാൽ ഹീറോയിൻ ആവട്ടെ, എന്റെ മാരേജ് ഓൾറെഡി കഴിഞ്ഞതാണ്, എന്നെ ആർക്കും ഫോഴ്സ് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുറിയിലേക്ക് കയറി പോകുന്നു. ഇനി എന്തായാലും വീട്ടിൽ നിന്ന് ഇറങ്ങാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ ഹീറോയിൻ ആവട്ടെ ഹീറോയെ വിളിച്ചിട്ട് തന്നെ പിക്ക് ചെയ്യാൻ വരാമോ എന്ന് ചോദിക്കുന്നു. പക്ഷേ ഒരുപാട് ലേറ്റ് ആയാലോ, ഇനി എങ്ങനെ വരുമെന്ന് ഹീറോ ചോദിക്കുമ്പോൾ എനിക്ക് കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, ഇപ്പോൾ തന്നെ വന്ന് എന്നെ കൂട്ടിക്കൊണ്ടുപോയേ മതിയാവൂ എന്ന് പറയുമ്പോൾ ഓക്കെ നിന്റെ അഡ്രസ് ഒക്കെ ഷെയർ ചെയ്യാനായി അവൻ പറയുന്നുണ്ട്. എല്ലാവരും അവളുടെ റൂമിന്റെ വാതിൽ മുട്ടിയിട്ട് മര്യാദയ്ക്ക് കതവ് തുറക്കാനായി ആവശ്യപ്പെടുന്നുണ്ട്. ഹീറോയിനാണെങ്കിൽ തുറക്കണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവുന്നുണ്ട്. ഉള്ളിലെ നല്ല ഭയമുള്ളത് കൊണ്ട് തന്നെ അവൾ ഡോർ ഓപ്പൺ ചെയ്യുന്നില്ല. ഹീറോയ്ക്ക് അഡ്രസ്സും അയച്ചു കൊടുക്കുന്നു. എന്തായാലും ഹീറോ അവിടേക്ക് എത്തിയാൽ മാത്രമല്ലേ വീടിന് വെളിയിലേക്ക് അവൾക്ക് ഇറങ്ങാൻ സാധിക്കൂ, അതുകൊണ്ട് അവള് മുറിയിൽ തന്നെ നിൽക്കുന്നു. കുറച്ചു സമയങ്ങൾക്ക് ശേഷം ഡോർബെൽ അടിക്കുന്നത് കേട്ടിട്ട് അവർ വാതിൽ തുറന്നു നോക്കുമ്പോൾ ഹീറോ ആയിരുന്നു. അവൾക്ക് പ്രോബ്ലം ഉണ്ടെന്ന് കേട്ടപ്പോൾ അവൻ അവന്റെ ബോഡി ഗാർഡ്സിനെ കൊണ്ടാണ് അവിടേക്ക് വന്നിരിക്കുന്നത്. ആരാണ് നീ, എന്തിനാ ഇവിടെ വന്നിരിക്കുന്നതെന്ന് അവളുടെ അച്ഛൻ ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ തന്നെ ഹീറോയിനെ കാണാനാണ് വന്നിരിക്കുന്നതെന്ന് അവൻ പറയുന്നു. ഇവിടെ അങ്ങനെ ഒരാളില്ല എന്നും പറഞ്ഞാൽ ധൃതിയിൽ വാതിലടയ്ക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിലും ഹീറോ തടയുന്നുണ്ട്. ഉടനടി തന്നെ ഹീറോയിൻ മുറിയിൽ നിന്ന് അവളുടെ ലഗേജുമായി പുറത്തേക്ക് ഇറങ്ങി പോകാൻ നോക്കുന്നു. നീ ഇത് എവിടേക്ക് പോവുകയാണോ എന്ന് ചോദിച്ചുകൊണ്ട് അവളുടെ അമ്മ അവളെ ഇവിടെ പിടിച്ചു നിർത്തുന്നുണ്ട്. ഇതേ സമയം തന്നെ രണ്ടാനച്ഛനാവട്ടെ അവളുടെ പെട്ടികളും സാധനങ്ങളും എല്ലാം മുറിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. ഹീറോ ബോഡി ഗാർഡ്സിനെ ഒന്ന് നോക്കിയതേയുള്ളൂ. രണ്ടാനച്ഛനെ അവരെല്ലാവരും കൂടി ചേർന്ന് തടഞ്ഞു വെക്കുന്നുണ്ട്. അവളുടെ അമ്മയാണെങ്കിൽ ഈ യുവാവ് ആരാണെന്ന് അവളോട് തിരക്കുമ്പോൾ തന്റെ ഭർത്താവാണെന്ന് പെൺകുട്ടി പറയാൻ തുടങ്ങുന്നുണ്ടെങ്കിലും ഹീറോ അവളുടെ കൈ ചേർത്ത് പിടിച്ചിട്ട് താൻ ഇവളുടെ ഭർത്താവാണെന്ന് എല്ലാവരോടുമായി പറയുന്നു. ഇത് കേട്ട് എല്ലാവരും ഷോക്ക് ആവുന്നുണ്ട്. ഹീറോയിനാണെങ്കിൽ അവളുടെ ഇളയ സഹോദരിയെയും അമ്മയും അവിടെ നിർത്തിയിട്ട് പോകുന്നതിൽ വല്ലാത്ത വിഷമമുണ്ട്. പക്ഷേ ഇനി അവിടെ നിന്നാൽ മാനസിക നില തെറ്റിയ യുവാവിനെ കൊണ്ട് അവളെ വിവാഹം കഴിപ്പിക്കുമോ എന്ന ഭയമുള്ളത് കൊണ്ട് തന്നെ അവൾ ഹീറോയോടൊപ്പം വീട്ടിൽ നിന്നിറങ്ങുന്നു. നെക്സ്റ്റ് സൺഡേ അവളുടെ അച്ഛനും അമ്മയും വന്ന് കാണാമെന്ന് ഹീറോ പറയുന്നുണ്ടെങ്കിലും അതൊന്നും വേണ്ട, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഞാൻ വിശദമായി പറയുന്നതായിരിക്കും, അതിനുശേഷം മാത്രം അവരെ കണ്ടാൽ മതിയെന്ന് അവൾ പറയുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾ കുറെ ബോഡി ഗാർഡ്സുമായിട്ടാണല്ലോ അവിടേക്ക് വന്നത്, അതെങ്ങനെ സാധിച്ചു എന്ന് അവൾ അവനോട് അതിശയത്തോടെ ചോദിക്കുന്നു. അത് പിന്നെ നീ കോള് ചെയ്തപ്പോൾ എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ബോസിന്റെ അടുത്ത് ചെന്ന് ഈ വിവരം പറഞ്ഞപ്പോൾ ബോസാണ് എന്നോടൊപ്പം ബോഡി ഗാർഡ്സിനായി ചെയ്യുന്നവൻ പറയുന്നു. ബോസ് ആരാണെന്ന് ചോദിക്കുമ്പോൾ മിസ്റ്റർ ലൂ ആണെന്ന് ഹീറോ പറയുന്നുണ്ട്. ലൂ ഹീറോ തന്നെയാണെന്ന് അവൾക്കറിയില്ല. പക്ഷേ രണ്ടാനച്ഛന്റെ മകളുടെ ബോയ് ഫ്രണ്ട് ഇല്ലേ, അവൻ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ പ്രസിഡന്റ് ആണ് ഈ പറയുന്ന ലൂ എന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ വീട്ടിലേക്ക് എത്തിയപ്പോൾ ഹീറോ അവൾക്ക് ബെഡ്റൂം കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ബെഡ് മാത്രമേ ഉള്ളൂ, സോഫയിൽ കിടക്കുന്നത് വളരെ പാടുള്ള കാര്യമാണ്. ഇന്ന് ഞാൻ സ്റ്റഡി റൂമിൽ അഡ്ജസ്റ്റ് ചെയ്തോളാം, നാളെ നമുക്ക് ഒരുമിച്ച് പോയി വീട്ടുപകരണങ്ങളൊക്കെ വാങ്ങിയതിനു ശേഷം ഞാൻ സ്റ്റഡി റൂം എന്റെ ബെഡ്റൂം ആക്കിക്കോളാമെന്ന് പറഞ്ഞ് ഹീറോ അവിടെ നിന്ന് പോകുന്നു. പിറ്റേ ദിവസം ഹീറോയിൻ എഴുന്നേറ്റ് വരുമ്പോൾ ഹീറോ ആവട്ടെ കുളിയൊക്കെ കഴിഞ്ഞ് ബാത്റൂബ് ധരിച്ചു നിൽക്കുകയായിരുന്നു. എന്ത് സൂപ്പർ ബോഡിയാ ഇവന് എന്നുള്ള രീതിക്ക് തന്നെ ഹീറോയിൻ അവനെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്നു. ഹീറോയിൻ റെഡിയായി വന്നപ്പോഴേക്കും അവരിരുവർക്കും വേണ്ടിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഹീറോ തയ്യാറാക്കി വെക്കുന്നുണ്ട്. അവൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ചുണ്ടിൽ പറ്റിയ ഭക്ഷണ പദാർത്ഥം പോലും അവൻ ടിഷ്യൂ പേപ്പർ എടുത്ത് തുടച്ചു കളയുന്നുണ്ട്. അവന്റെ ഈ പ്രവൃത്തിയിൽ ഹീറോയിൻ വല്ലാതെ ഷോക്കാവുന്നുണ്ട്. പിന്നീട് അവരിരുവരും ഷോപ്പിങ്ങിന് പോകുന്നുണ്ട്. രണ്ടുപേരും ഒരു ഫാമിലിയായി താമസിക്കാൻ പോവുകയല്ലേ, അപ്പോൾ ഒരുപാട് സാധനങ്ങൾ ആവശ്യമുണ്ടല്ലോ, പാത്രങ്ങള്, കട്ടില്, അങ്ങനെയൊക്കെ. അതിന്റെയൊക്കെ വില കണ്ടിട്ട് ഹീറോയിനാവട്ടെ ഇതൊക്കെ എത്ര കോസ്റ്റ്ലി ആണെന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തന്നെ വല്ലാതെ ഫീൽ ചെയ്യുന്നു. അതിന് ഹീറോ ആവട്ടെ തന്റെ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച് എല്ലാ സാധനങ്ങൾക്കും ഡിസ്കൗണ്ട് ഉണ്ടെന്ന് അവിടുത്തെ സ്റ്റാഫുകളെ കൊണ്ട് തന്നെ ഹീറോയിനെ കൺവിൻസ് ചെയ്യിക്കുന്നു. ഹീറോയിനാണെങ്കിൽ കട്ടിലിന്റെ റേറ്റ് ഒക്കെ നോക്കുന്നുണ്ട്, വളരെ കോസ്റ്റ്ലി ആയിരുന്നു. എന്ത് ചെയ്യുന്നുള്ള ആശങ്ക അത് കണ്ടപ്പോൾ തന്നെ അവളുടെ ഉള്ളിലുണ്ടാവുന്നു. എന്നാൽ അവിടേക്ക് സ്റ്റാഫായ ഒരു പെൺകുട്ടി വന്നിട്ട് മേഡം ഈ കട്ടിലിന് ഞങ്ങൾ 75% ഡിസ്കൗണ്ടിൽ നൽകാനാണ് ഉദ്ദേശിക്കുന്നത്, കാരണം ഇതിലൊരു ഡാമേജ് ഉണ്ടെന്ന് ആ പെൺകുട്ടി പറയുന്നത് കേട്ടപ്പോൾ ഹീറോയിന് സന്തോഷമാകുന്നു. ഇതേ സമയം തന്നെ ഹീറോയിന്റെ സ്റ്റെപ്പ് സിസ്റ്റർ അവിടേക്ക് വരുന്നുണ്ട്. ഇവളെന്താ ഇവിടെ നിൽക്കുന്നത്, ഇവിടെ വിൽക്കുന്ന സാധനങ്ങളെല്ലാം വളരെ കോസ്റ്റ്ലി ആണല്ലോ, എന്നാലും എന്തിനായിരിക്കും ഇവള് വന്നേന്നുള്ള രീതിയിൽ തന്നെ ഹീറോയിനെ ആ പെൺകുട്ടി അവിടെ നിന്ന് നോക്കുന്നു. എല്ലാ സാധനങ്ങളും ഡിസ്കൗണ്ടിൽ വാങ്ങിയ സന്തോഷത്തിലായിരുന്നു ഹീറോയിൻ. എന്നാൽ അവളുടെ സ്റ്റെപ്പ് സിസ്റ്റർ ആ സന്തോഷം തല്ലിക്കെടുത്താനായി അവളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ആ പെൺകുട്ടിയാണെങ്കിൽ ഹീറോയിന്റെ അടുത്തേക്ക് ചെന്നിട്ട് രണ്ടുപേരും ഇങ്ങോട്ടേക്ക് വെറുതെ വന്നതാണോ അതോ സാധനങ്ങൾ വാങ്ങാൻ ഇറങ്ങിയതാണോ, സാധനങ്ങൾ വാങ്ങാൻ ഇറങ്ങിയാണെങ്കിൽ നിങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ലല്ലോ, അങ്ങനെയുള്ള നിങ്ങൾ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്, അപ്പുറത്ത് ചെറിയൊരു കടയുണ്ട്, അവിടെയാണെങ്കിൽ ലോ ക്വാളിറ്റിയിൽ സാധനം കിട്ടുമെന്നൊക്കെ പറഞ്ഞ് അവരിരുവരെ അപമാനിക്കാൻ ശ്രമിക്കുന്നു. അതിന് ഹീറോയിൻ നിങ്ങൾ എന്നെക്കാട്ടിലും മൂത്തതായതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രായത്തെ ഞാൻ ബഹുമാനിക്കുന്നു, നിങ്ങൾ വന്ന കാര്യം നോക്കിയാൽ മതി, ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടണ്ട എന്ന് പറഞ്ഞിട്ട് വാ പോകാമെന്ന് ഹീറോ എടുത്ത് പറയുമ്പോൾ തന്നെ നീ എന്താ വലിയ ആള് കളിക്കുകയാണോ,
എന്റെ സഹോദരനെ വേണ്ടാന്ന് വെച്ചിട്ട് വന്നവളല്ലേ നീ. നിനക്ക് എന്തായാലും ഒരു കുഞ്ഞു പിറക്കാൻ പോകുന്നില്ലല്ലോ. അതുകൊണ്ട് ഇവന് നിന്നെ നടു റോഡിൽ ഉപേക്ഷിച്ചിട്ട് പോകുമെന്ന് പറഞ്ഞ് ഹീറോയിനെ നാണം കെടുത്തുന്ന രീതിയിൽ അവർ സംസാരിക്കുന്നു. ഇത് ഹീറോയിനെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. അതിന് ഹീറോ അവളെ ചേർത്ത് പിടിച്ചിട്ട് ഞാൻ ഇവളെ ഇഷ്ടപ്പെട്ടിട്ടാണ് വിവാഹം കഴിച്ചത്. അവൾക്ക് കുഞ്ഞ് ജനിക്കുമോ ഇല്ലയോ എന്നൊന്ന് ഓർത്തിട്ട് എനിക്ക് യാതൊരു ടെൻഷനുമില്ല. എനിക്ക് ടെൻഷനില്ലാത്ത സ്ഥിതിക്ക് നീ അതോർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ചുമ്മാ ആവശ്യമില്ലാത്ത ഓരോന്ന് പറയാതെ വായടച്ച് വെച്ച് ഇവിടുന്ന് പോകാൻ നോക്കെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഹീറോ അവളെ നാണം കെടുത്തുന്ന രീതിയിൽ സംസാരിക്കുന്നു. ഹീറോന്റെ സ്റ്റെപ്പ് സിസ്റ്റർക്കും വല്ലാതെ മാനക്കേട് തോന്നുന്നുണ്ട് അവന്റെ വാക്കുകളിൽ. അങ്ങനെ അവരിരുവരും അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ ഷോപ്പിന്റെ ഓണർ വന്നിട്ട് ആവട്ടെ സാർ നിങ്ങളൊന്ന് ചോദിച്ചുകൊണ്ട് ഹീറോയെ വണങ്ങുന്നു. നിങ്ങളായിട്ട് ഇങ്ങോട്ടേക്ക് വരേണ്ട കാര്യമില്ലായിരുന്നല്ലോ, എന്താ ആവശ്യമെന്ന് പറഞ്ഞാൽ അവിടേക്ക് എത്തിച്ചേനല്ലോ എന്നൊക്കെ അയാൾ പറയുന്നുണ്ട്. ഇത് കേട്ട ഹീറോ വല്ലാതെ അന്താളിച്ചു പോകുന്നുണ്ട്. കള്ളങ്ങളെല്ലാം പൊളിയാണല്ലോ എന്ന് ഓർത്തിട്ട്. എന്നാൽ ഇതേ സമയം തന്നെ ഹീറോയുടെ കസിൻ ബ്രദർ ഉണ്ടല്ലോ, അവനവിടേക്ക് വന്നിട്ട് നിങ്ങളെ പ്രസിഡന്റ് ലൂ ആയിട്ട് തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു ഇവർ. ഇത് കേട്ടുടഞ്ഞ് തന്നെ ഹീറോ പറയുന്നുണ്ട് സാർ നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചു എന്ന് തോന്നുന്നു. ഞാൻ പ്രസിഡന്റ് ലൂ ഒന്നുമല്ല, ഞാൻ അവിടെ വർക്ക് ചെയ്യുന്ന വെറും ഒരു എംപ്ലോയി മാത്രമാണെന്ന് പറയുന്നു. ഇത് കേട്ട് അവർക്കും വല്ലാതെ കൺഫ്യൂഷൻ ആവുന്നുണ്ട്. ഹീറോയിനും പ്രത്യേകിച്ച് സംശയമൊന്നും തോന്നിയില്ല. ഷോപ്പ് ഓണർക്ക് തെറ്റിദ്ധാരണ പറ്റിയതാവാമെന്ന് അവൾ കരുതി. ഹീറോയിൻ ആവട്ടെ സാധനങ്ങൾ വാങ്ങിയതിന്റെ പകുതി എമൗണ്ട് അവന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവനോട് പറയുന്നുണ്ട് വേറൊന്നും വിചാരിക്കേണ്ട, നമ്മൾ രണ്ടുപേരും സാലറിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവരാണ്. സോ നിങ്ങൾക്കും ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഞാൻ ഹെൽപ്പ് ചെയ്യണമെന്നാണ് കരുതുന്നത്. അതുകൊണ്ട് പകുതി പണം ഞാൻ അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് ഓടിപ്പോകുന്നു. അവളുടെ ഈ പ്രവൃത്തിയിൽ നിന്ന് ഹീറോയ്ക്ക് ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട്. ഒരിക്കലും തന്റെ പണത്തിന് വേണ്ടി അവൾ ആഗ്രഹിക്കില്ല എന്ന്. കസിൻ ബ്രദർ അവന്റെ അടുത്ത് വന്നിട്ട് മുത്തശ്ശി വിളിച്ചിരുന്നു എന്നും വീട്ടിലെ പുതിയ മരുമകളെ കാണണമെന്ന് വാശി പിടിക്കുകയാണെന്നും പറയുന്നു. കുഴപ്പമില്ല, ഞാൻ തന്നെ മുത്തശ്ശിയോട് പോയി സംസാരിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ഹീറോ നേരെ മുത്തശ്ശിയെ കാണാനായി പോകുന്നു. മുത്തശ്ശി അവിടെ മരുമകളെ കാണാൻ പറ്റാത്ത പരിഭവത്തിന്റെ കെട്ടെല്ലാം അവന്റെ മുമ്പിൽ ഇറക്കി വെക്കുന്നുണ്ട്. അതിന് ഹീറോ മുത്തശ്ശി നിങ്ങളൊന്ന് സമാധാനപ്പെടണം, ഞാൻ ഒരുപാട് കള്ളങ്ങൾ അവളോട് പറഞ്ഞിട്ടുണ്ട്. ഇവിടേക്ക് ഇപ്പോൾ അവളെ കൊണ്ടുവരികയാണെങ്കിൽ ആ കള്ളങ്ങളൊക്കെ പൊളിയുമെന്ന് ഹീറോ പറയുന്നു. എന്റെ മോളെ കാണാൻ പറ്റാത്ത രീതിയിലുള്ള കള്ളങ്ങളാണോ നീ അവളോട് പറഞ്ഞിരിക്കുന്നത്? എനിക്ക് നമ്മുടെ മരുമകളെ കണ്ടേ പറ്റൂ. അത് മാത്രമല്ല നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും കണ്ടിട്ട് വേണം എനിക്ക് കണ്ണടയ്ക്കാനെന്ന് മുത്തശ്ശി കരഞ്ഞുകൊണ്ട് അവനോട് പറയുന്നുണ്ട്. ശരി ശരി, ഞാൻ എല്ലാ സത്യങ്ങളും അവളെ ധരിപ്പിച്ചതിന് ശേഷം തീർച്ചയായും ഇവിടേക്ക് കൊണ്ടുവരുന്നതായിരിക്കും എന്ന് പറഞ്ഞ് ഹീറോ അവിടെ നിന്ന് വീട്ടിലേക്ക് മടങ്ങുന്നു. വീട്ടിലേക്ക് എത്തിയപ്പോൾ തന്നെ ഹീറോയിൻ പറയുന്നുണ്ട് ഫർണിച്ചറും സാധനങ്ങളും ഒക്കെ വാങ്ങിയല്ലോ, അതൊക്കെ അവർ ഓർഡർ ചെയ്തിരിക്കുന്നത് ഡാമേജ് ഇല്ലാത്ത സാധനങ്ങളാണ്, അവർക്ക് തെറ്റുപറ്റിയിരിക്കുന്നു എന്ന്. അവർ തെറ്റായ പ്രൊഡക്ട്സ് ആണ് നമുക്ക് ഡെലിവറി ചെയ്തിരിക്കുന്നതെന്ന് ഞാൻ അവരോട് വിളിച്ചു പറഞ്ഞതാണെങ്കിലും അതൊന്നും കുഴപ്പമില്ല, 4 മാസം EMI ആയിട്ട് അടച്ചു തീർത്താൽ മതി എന്നവർ പറഞ്ഞപ്പോൾ ഞാനും അതിനെ സമ്മതിച്ചു എന്ന് പറഞ്ഞ് ഹീറോയിനെ വിശ്വസിപ്പിക്കുന്നുണ്ട്. EMI അടയ്ക്കാനുള്ള പകുതി ഷെയർ ഞാൻ നൽകാമെന്ന് ഹീറോയിൻ പറയുന്ന കേട്ടപ്പോൾ നീ ഇവിടേക്ക് ഇരുന്നേ എന്ന് പറഞ്ഞ് ഹീറോ അവളെ തന്റെ അടുത്തേക്ക് പിടിച്ചിരുത്തുന്നുണ്ട്. നീ ഒരു കാര്യം ഇപ്പോൾ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ രണ്ടുപേരും ഒന്നായിരുന്നില്ലെങ്കിലും ഇപ്പോഴും നമ്മൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് തന്നെയാണ്, ശരിയല്ലേ എന്ന് ഹീറോ ചോദിക്കുമ്പോൾ ഹീറോയിൻ സൈലന്റ് ആയിരിക്കുന്നു. നൈറ്റ് ആയപ്പോഴേക്ക് ഹീറോയിൻ ഹീറോയുടെ മുറിയിൽ നിന്ന് ഹെയർ ഡ്രയർ എടുത്തുകൊണ്ട് അവളുടെ മുറിയിലേക്ക് പോകുന്ന സമയത്ത് ഹീറോ വരുന്നത് ശ്രദ്ധിച്ചില്ല. അങ്ങനെ അവരിരുവരും കൂട്ടിമുട്ടുന്നു. അവള് വീഴാതെ ഹീറോ അവളെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും ചെറുതായി ഒന്ന് ഷോക്ക് ആവുന്നുണ്ട്. ഹീറോയിനാണെങ്കിൽ അവന്റെ മുഖത്തൊന്ന് നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഓടിപ്പോവുകയും ചെയ്യുന്നു. ഹീറോ ചെറിയ നെർവസ് ആയതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ എടുത്തു കുടിക്കുന്നുണ്ട്. ഹീറോയിന്റെ ഉള്ളില് പരിഭ്രാന്തി ഉണ്ടായിരുന്നെങ്കിലും അവൾക്ക് ഹീറോയുടെ മേലിൽ ഓൾറെഡി അട്രാക്ഷൻ ഉണ്ടായിരുന്നു. അവന്റെ ബോഡി എത്ര സൂപ്പർ ആണെന്ന് അവള് മനസ്സിൽ വിചാരിക്കുന്നു. പിറ്റേ ദിവസം അവളുടെ അമ്മ ഫോണിൽ വിളിക്കുമ്പോഴാണ് അവൾ ഉണരുന്നത്. അമ്മയാണെങ്കിൽ കോൾ എടുത്ത് ഉടനെ തന്നെ കരയുന്നുണ്ട്. അവൾ ഉടനെ തന്നെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. വീട്ടിലേക്ക് ചെന്ന് നോക്കുമ്പോഴും അവളുടെ രണ്ടാനച്ഛൻ അവളുടെ അമ്മയെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സ്ത്രീ വല്ലാതെ ഫീൽ ചെയ്ത് ആ കൊച്ചുകുട്ടിയെയും ചേർത്ത് പിടിച്ചിരിക്കുകയായിരുന്നു. എന്താണ് കാര്യം എന്ന് വെച്ചാൽ ഇത്രയും നാളും ഹീറോയിനെ വളർത്തിയതും അവളുടെ പഠിപ്പും മറ്റു കാര്യങ്ങളൊക്കെ നോക്കിയത് രണ്ടാനച്ഛനാണല്ലോ. അവളിപ്പോൾ വിവാഹം കഴിഞ്ഞ് പോയത് കൊണ്ട് തന്നെ ആ മുടക്കിയ പണമെല്ലാം തിരിച്ചു വേണം, അതായത് 6 ലക്ഷം രൂപ തിരിച്ചു വേണമെന്ന് പറഞ്ഞ് അയാള് അവളുടെ അമ്മയെ ഉപദ്രവിക്കുകയായിരുന്നു എന്ന്. അതിന് ഹീറോയിൻ കല്യാണത്തിന് മുമ്പ് ഈ വിവരങ്ങളൊന്നും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നില്ല. ഇപ്പോൾ ഞാൻ ഈ വിവരം പോയി പറഞ്ഞാൽ തീർച്ചയായും എന്നെ ഒരു മോശക്കാരിയായി അദ്ദേഹം വിചാരിക്കുമെന്നും അവൾ അമ്മയോട് പറയുന്നു. എനിക്ക് എന്ത് ചെയ്യുമെന്ന് അറിയില്ല മോളെ, അയാൾ എന്നെ ഈ കുഞ്ഞിനെ ജീവനോടെ കൊല്ലുമെന്ന് പറഞ്ഞ് അവർ ഭയപ്പെടുന്നു. ഇത് കേട്ടപ്പോൾ ഹീറോയിൻ ഞാൻ എങ്ങനെയെങ്കിലും നിങ്ങൾക്കൊരു ജോലി റെഡിയാക്കി തരാം, ഇവളെ നമുക്കൊരു കിൻഡർ ഗാർഡനിലും ആക്കാം, അവിടെ വിട്ടിട്ട് നിങ്ങൾക്ക് ജോലിക്ക് പോയി നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കുകയും ചെയ്യാം, ഇനി മുതൽ അയാളോടൊപ്പം ജീവിക്കണ്ട, ഇവിടെ നിന്ന് പോകാമെന്ന് തന്നെ ഹീറോയിൻ പറയുന്നു. തന്നെ കൊണ്ട് ഇവിടം വിട്ട് വരാൻ സാധിക്കില്ല എന്നും അവളുടെ അമ്മ വ്യക്തമാക്കുന്നു. പിന്നീട് ഹീറോയിൻ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. ഹീറോയിൻ ലാബിൽ എന്തോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവൾ അറിയാതെ ഉറങ്ങിപ്പോയിരുന്നു. ഇതേ സമയമാണ് ഹീറോ മുറിയിലേക്ക് കടന്നു വരുന്നത്. ഇതിൽ പിന്നെ അവള് ബെഡിൽ കിടന്ന് നന്നായി ഉറങ്ങട്ടെ എന്ന് വിചാരിച്ച് ഹീറോ അവിടെ അവളെ എടുത്ത് ബെഡിലേക്ക് കിടത്താൻ പോകുന്നുണ്ടെങ്കിലും എടുക്കുമ്പോൾ തന്നെ അവൾ ഉണരുന്നുണ്ട്. അയ്യോ ഇവൻ എന്താ ഈ ചെയ്യാൻ പോകുന്നത് എന്ന് ഓർത്തുകൊണ്ട് തന്നെ ഹീറോയിൻ വല്ലാതെ പതറുന്നുണ്ട്. ഹീറോ അവിടെ എനിക്ക് തെറ്റായ ഇന്റൻഷൻ ഒന്നും ഇല്ലായിരുന്നു, നീ ഇവിടെ ഉറങ്ങുന്ന കണ്ടിട്ട് ബെഡിലേക്ക് കിടത്താമെന്ന് കരുതി എടുത്തയാണെന്ന് അവൻ പറയുന്നു. അതെനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞിട്ട്
എനിക്കാണെങ്കിൽ ഒരുപാട് ജോലികൾ ബാക്കിയുണ്ട്, ഇനിയും ചെയ്തു തീർത്താലേ പണം ലഭിക്കൂ എന്ന് പറഞ്ഞ് അവളെ വീണ്ടും വർക്കിലേക്ക് മുഴുകുന്നു. ഇവളെന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഒരുപാട് ജോലികൾ നോക്കുന്നതെന്നൊരു സംശയം ഹീറോയുടെ ഉള്ളിൽ തോന്നുന്നുണ്ട്. പിറ്റേ ദിവസം ഹീറോയിനാവട്ടെ ഈ പാർട്ടിയിലൊക്കെ വെയിട്രസ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരില്ലേ, അവളുടെ ഫ്രണ്ട് അങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്. ആ പെൺകുട്ടിയുടെ സഹായത്തോടെ അവൾ ഒരു പാർട്ടിയിലേക്ക് വെയിട്രസ് ആയി വർക്ക് ചെയ്യാനായി പോകുന്നു. പാർട്ടിയിലെ ഹീറോയും അവന്റെ ഫ്രണ്ട്സും ഒക്കെ ഉണ്ടായിരുന്നു. വളരെ വലിയൊരു പാർട്ടി തന്നെയാണ് അവിടെ നടക്കുന്നത്. ഹീറോയുടെ യഥാർത്ഥ ഐഡന്റിറ്റി എന്താണെന്നും ഹീറോയിന് അറിയില്ലല്ലോ. ഹീറോയിന് അവിടെയുള്ളവർക്കെല്ലാം ഡ്രിങ്ക്സ് സെർവ് ചെയ്യായിരുന്നു. ഇതേ സമയം ഹീറോ ഒരു ഫോൺ കോളിലായിരുന്നപ്പോൾ അവന്റെ ഫ്രണ്ടൊക്കെ ഹീറോയിനെ ശ്രദ്ധിക്കുന്നുണ്ട്. അവള് സൂപ്പർ ഫിഗർ ആണല്ലോ എന്ന രീതിയിൽ തന്നെ അവളെ എല്ലാവരും സൈറ്റ് അടിക്കുന്നുണ്ട്. അതിനുശേഷം അവന്റെ ഒരു ഫ്രണ്ട് ഹീറോയെ വിളിച്ചിട്ട് ദാ വെയിട്രസിനെ കണ്ടോ, അവളെ കാണാൻ അടിപൊളിയായിട്ടുണ്ട്, ഇന്ന് നൈറ്റ് അവളെ കിട്ടുമോന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറയുന്നത് കേട്ടപ്പോൾ ഹീറോയ്ക്ക് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. എന്റെ മാരേജ് ഓൾറെഡി കഴിഞ്ഞു, മേലാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്നോട് പറയരുത്. അതിനവന്റെ ഫ്രണ്ട്സ് ആവട്ടെ അതിശയത്തോടെ തന്നെ നിന്റെ മാരേജ് കഴിഞ്ഞോ എന്ന് അമ്പരപ്പോടെ അവനോട് ചോദിക്കുന്നു. അതെ, എന്റെ കല്യാണം കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ പബ്ലിക്കിന്റെ മുമ്പിൽ ആ വിവരം എക്സ്പോസ് ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ, എന്റെ വൈഫിനെയും കാണിക്കുന്നില്ല. എപ്പോൾ എനിക്ക് തോന്നുന്നു അപ്പോൾ ഞാനത് ചെയ്യുമെന്നും അവൻ പറയുന്നു. ഇതേ സമയം ലൂസൺ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഹീറോയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഈ പെൺകുട്ടിയാണ് ഹീറോയുടെ അമ്മ. അവന് വിവാഹം കഴിക്കാനായി തീരുമാനിച്ചു വെച്ചിരിക്കുന്ന പെൺകുട്ടി, അവന്റെ മുറപ്പെണ്ണുമാണ് ഇവൾ. ഹീറോയ്ക്കാണെങ്കിൽ ആ പെൺകുട്ടിയെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. എന്നാൽ ആ പെൺകുട്ടിക്കാണെങ്കിൽ ഹീറോയെ വലിയ ഇഷ്ടവുമായിരുന്നു. എങ്ങനെയും അവനെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞവന്റെ പിന്നാലെ കൂടിയിരിക്കുകയാണ് അവൾ. ഹീറോ ഇങ്ങനെ അവളെ അവോയ്ഡ് ചെയ്തുകൊണ്ട് തന്നെ അവളെ ഹീറോയുടെ അടുത്ത് വന്ന് ഹീറോ പോലും അറിയാതെ അവരവരുടെ ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ട് ഫ്രണ്ട്സിനെ കൊണ്ട്. പിന്നീട് ഹീറോയുടെ കസിൻ ബ്രദർ വന്നിട്ട് ഞാൻ ചേട്ടത്തി ഇവിടെ കണ്ടു എന്ന് പറയുന്നു. അവളെങ്ങനെ ഈ പാർട്ടിയിലേക്ക് വരാന്, എന്തായാലും അവൾ ഇവിടെ വരാൻ സാധ്യതയില്ല. അവൾ ഈ സമയത്ത് അവളുടെ സ്റ്റുഡൻസിനെ ട്യൂഷൻ എടുക്കുകയായിരിക്കുമെന്നും ഹീറോ തറപ്പിച്ചു പറയുന്നു. പക്ഷേ താൻ ചേട്ടത്തി തന്നെയാണ് കണ്ടേ എന്ന് ഉറപ്പിച്ച ആ യുവാവ് പറയുന്നു. എന്നാൽ ഹീറോ വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കസിൻ ബ്രദർ അവനെ കമ്പല് ചെയ്ത് അവളെ കാണിക്കാനായി കൂട്ടിക്കൊണ്ടുപോകുന്നു. കണ്ടാലോ ഹീറോയുടെ ഫ്രണ്ടുമായിട്ട് അവള് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഇങ്ങനെ അവളെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകണമെന്നാണ് അവന്റെ ലക്ഷ്യം. അവനവിടെ തന്നെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോയെന്ന് പറഞ്ഞ് അവളുടെ കയ്യിൽ കയറി പിടിക്കുന്നുണ്ട്. അവളാണെങ്കിൽ അവന്റെ കൈ വിടിക്കാനും ശ്രമിക്കുന്നുണ്ട്. ഇന്ന് നൈറ്റ് തന്നോടൊപ്പം സ്റ്റേ ചെയ്യണമെന്ന് പറഞ്ഞ് ആ യുവാവ് അവളെ പിടിച്ചു വലിച്ച് അവിടെ നിന്ന് പോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഹീറോ അതിനിടയിലേക്ക് കയറി വന്ന് അവനെ പിടിച്ചൊരു തള്ളുകയും ഹീറോയിനെ അവന്റെ ബാക്കിലേക്ക് പിടിച്ചു നിർത്തുകയും ചെയ്യുന്നു. അവൾ അവന്റെ മുഖം ശ്രദ്ധിച്ചിരുന്നില്ല. അപരിചിതനായ വ്യക്തി ആയതുകൊണ്ട് തന്നെ അവന്റെ കൈകൾ അവളെ തട്ടി മാറ്റിയിട്ട് അവിടെ നിന്ന് ഓടിപ്പോകുന്നു. എന്തായാലും ഓടിപ്പോയത് നന്നായി, എന്തായാലും അവൾ എന്റെ മുഖം കണ്ടില്ലല്ലോ എന്ന് ഹീറോയും ആശ്വസിക്കുന്നു. ഹീറോ ആവട്ടെ ആ യുവാവിന്റെ കൈകൾ പിടിച്ചെടുക്കുന്നുണ്ട്. മറ്റു ഫ്രണ്ട്സ് എല്ലാം അവന്റെ കൈകൾ വിടിക്കൂ എന്ന് പറഞ്ഞ് അവൻ അരികിലേക്ക് ഓടി വരുന്നുണ്ട്. ഹീറോനാണെങ്കിൽ അവളുടെ ഫ്രണ്ടിന്റെ അടുത്തെത്തി നടന്ന വിവരങ്ങളൊക്കെ ആ പെൺകുട്ടിയോട് പറയുന്നുണ്ട്. ഇനിയിപ്പോ എന്ത് ചെയ്യുമെന്ന് ചോദിച്ച് ആ പെൺകുട്ടിയും വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഇതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട, നീ ചെയ്ത ജോലിക്കുള്ള സാലറി ലഭിച്ചിട്ടുണ്ട്, നീ നിന്റെ ജോലി നന്നായി തന്നെയാണ് ചെയ്തത്, പിന്നെ ബാക്കി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെങ്കിൽ അത് പിന്നീട് നോക്കാമെന്ന് പറഞ്ഞ് ഹീറോയിനെ ആ പെൺകുട്ടി സമാധാനപ്പെടുത്തുന്നു. നൈറ്റ് ഹീറോയിൻ വീട്ടിലേക്ക് എത്തിയിരുന്നില്ല. പിറ്റേ ദിവസമാണ് അവൾ വീട്ടിലേക്ക് മടങ്ങിയെത്തിയത്. കാരണം അവൾക്ക് നൈറ്റ് മുഴുവൻ വർക്ക് ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ തീർത്തിട്ടാണ് അവൾ വീട്ടിലേക്ക് വരുന്നത്. ജോലിയൊക്കെ കഴിഞ്ഞ് രാവിലെ വീട്ടിലേക്ക് എത്തൂ എന്ന് പറഞ്ഞ് അവൾ ഹീറോയ്ക്ക് മെസ്സേജും അയച്ചിരുന്നു. ഹീറോ അവൾക്ക് വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ തയ്യാറാക്കിയിരിക്കുകയായിരുന്നു. ഹീറോയിൻ അവിടെ വന്നപ്പോൾ തന്നെ നീ എവിടേക്കാണ് പോകുന്നതെന്നൊരു മെസ്സേജ് മാത്രം തനിക്ക് അയക്കണമെന്ന് പറയുന്നു. അവൻ പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്. എവിടെയാ പോകുന്നതെന്ന് അവനോട് പറഞ്ഞിട്ട് പോകേണ്ടതായിരുന്നു എന്ന് ഓർത്തിട്ട് ഹീറോയിനും ചെറിയ വിഷമം തോന്നുന്നു. കാരണം നൈറ്റ് അവള് വീട്ടിലേക്ക് വരില്ല എന്ന് അവനെ അറിയിച്ചിട്ടില്ലായിരുന്നു. പകരം രാവിലെ ഇപ്പോൾ എത്തുമെന്ന് പറഞ്ഞാണ് അവന് മെസ്സേജ് അയച്ചത്. പാർട്ട് ടൈം ജോബ് എങ്ങനെയുണ്ടായിരുന്നു എന്ന് ഹീറോ ചോദിക്കുമ്പോൾ ഇല്ലില്ല, വളരെ മോശമായിട്ടുള്ള ജോലിയായിരുന്നു, ഇനി ഇങ്ങനെയുള്ള ജോലിക്ക് ഞാൻ പോകില്ല എന്ന് അവൾ പറയുന്നത് കേട്ടപ്പോൾ എന്തോ ഒരു ആവശ്യത്തിന് അവൾക്ക് പണം ആവശ്യമാണെന്ന് മനസ്സിലാക്കി അവൻ അവൾക്ക് നേർക്ക് ബാങ്ക് കാർഡ് നീക്കി വെച്ചിട്ട് എന്റെ ശമ്പളം എടുത്ത് നിന്റെ ആവശ്യങ്ങൾക്കായി യൂസ് ചെയ്തോളാൻ ഹീറോ പറയുന്നു. എന്നാൽ അവനിൽ നിന്ന് ആ കാർഡ് കൈപ്പറ്റാൻ അവൾക്ക് മടി തോന്നിയിരുന്നു. എന്നാൽ അത് നിരസിക്കാനും അവളുടെ മനസ്സനുവദിച്ചില്ല. അതുകൊണ്ട് തന്നെ അവൾ ആ കാർഡ് വാങ്ങി വെക്കുന്നുണ്ടെങ്കിലും അതിൽ നിന്ന് 1 രൂപ പോലും ചെലവാക്കില്ല എന്ന് മനസ്സിലുറപ്പിക്കുന്നു. പിന്നീട് ഹീറോയിനെ അവളുടെ അമ്മ വിളിച്ചിട്ട് എപ്പോഴാണ് നിന്റെ ഹസ്ബൻഡ് പണം നൽകാൻ പോകുന്നേ എന്ന് ചോദിക്കുന്നുണ്ട്. അവർക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല അവരിങ്ങനെ വിളിച്ച് ചോദിക്കുന്നത്. ആ രണ്ടാനച്ഛന്റെ നിർബന്ധവും അയാൾ അവരെ ഉപദ്രവിക്കുന്നതും കൊണ്ടാണ്. അതിന് ഹീറോയിൻ തന്റെ ഹസ്ബൻഡ് എബ്രോഡിലേക്ക് 2 ആഴ്ചത്തേക്ക് പോയിരിക്കുകയാണ്, മടങ്ങി വന്നിട്ടേ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ, അതുവരെ എന്നെ ഡിസ്റ്റർബ് ചെയ്യരുതെന്ന് അവള് പറയുന്നു. ഈ വിവരം കേട്ടുടഞ്ഞ തന്നെ രണ്ടാനച്ഛൻ ദേഷ്യപ്പെടാനൊരുങ്ങുന്നുണ്ട്. ആ പെണ്ണിനെ പ്രസവിച്ചു, അവളുടെ മറ്റു ചെലവുകളെല്ലാം ഞാൻ വഹിച്ചു, എന്നിട്ട് ഇന്നലെ കണ്ട ഒരുത്തനോടൊപ്പം അവൾ ഇറങ്ങിപ്പോവുകയും ചെയ്തു. അപ്പോൾ ഞാൻ ഇത്രയും നാൾ ചെലവാക്കിയ പണം ആര് നൽകുമെന്ന് ചോദിച്ച് അയാൾ വളരെ ദേഷ്യത്തോടെ അലറുന്നുണ്ട്. അവിടെയൊക്കെ എങ്ങനെയെന്ന് വെച്ചാൽ പെൺകുട്ടികളെ വിവാഹം ചെയ്യുമ്പോൾ പയ്യന്മാര് പണം നൽകിയിട്ട് വേണം കൂട്ടിക്കൊണ്ടുപോകാൻ. നമ്മുടെ നാട്ടില് നേരെ തിരിച്ചാണല്ലോ. രണ്ടാനച്ഛന്റെ മകളാവട്ടെ എരുതിയിൽ എണ്ണ ഒഴിക്കാനായി അയാളുടെ അടുത്ത് വന്നിരുന്നിട്ട് അച്ഛാ നിങ്ങൾ ഒന്നും കൊണ്ടും വിഷമിക്കേണ്ട, ഞാൻ എന്റെ കുഞ്ഞിന് ജന്മം നൽകിയാൽ ഉടൻ തന്നെ 10 ലക്ഷം രൂപ എന്റെ ബോയ് ഫ്രണ്ട് നൽകാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ 10 ലക്ഷവും നിങ്ങൾക്കാണെന്ന് പറഞ്ഞ് അവൾ അയാളെ കൂടുതൽ ദേഷ്യം പിടിപ്പിക്കുന്നു. വീട്ടില് കുക്ക് ചെയ്യാൻ വയ്യാത്തത് കൊണ്ട് തന്നെ ഹീറോ ആവട്ടെ ഹീറോയിനെയും കൂട്ടി ഒരു ഹോട്ടലിലേക്ക് പോകുന്നു. ഹീറോയിനും വളരെ ഹാപ്പി ആയിട്ടാണ് അവന്റെ കൂടെ പോകുന്നത്. ലിഫ്റ്റിലാണെങ്കിലോ ഒരുപാട് തിരക്ക് വരുന്നത് കൊണ്ട് തന്നെ അവരിരുവരും അടുത്തടുത്താണ് നിന്നത്, വളരെ ക്ലോസ് ആയി. ഹീറോ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള റെസ്റ്റോറന്റിലേക്കാണ് ഹീറോയിനെ കൂട്ടിക്കൊണ്ടുപോയത്. അവൾക്കാണെങ്കിൽ അവിടെ ചെന്നിട്ട് ഓർഡർ ചെയ്യാനുള്ള മനസ്സ് പോലും വരുന്നുണ്ടായിരുന്നില്ല.
ശരി ഞാൻ തന്നെ ഓർഡർ ചെയ്യാന്ന് പറഞ്ഞ് ഹീറോ മെനു കാർഡൊക്കെ വാങ്ങി ഓർഡർ ചെയ്യുന്നുണ്ട്. ഹീറോയിന്റെ അടുത്ത് പറയുകയും ചെയ്യുന്നുണ്ട്, നമ്മൾ എല്ലാ ദിവസവും വന്ന് ഇങ്ങനെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഫുഡൊന്നും കഴിക്കാറില്ലല്ലോ, ഒരിക്കൽ മാത്രമേ ചിലപ്പോൾ ഇങ്ങനെ വരാനൊക്കെ സാധിക്കൂ, അപ്പോൾ നല്ല ഫുഡ് കഴിച്ചാൽ നല്ലതായിരിക്കുമെന്ന് ഹീറോ പറയുന്നു. കുറച്ച് തൊട്ടപ്പുറത്ത് തന്നെ ഹീറോയിന്റെ സ്റ്റെപ്പ് സിസ്റ്ററും അവളുടെ ബോയ് ഫ്രണ്ടും അവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ അവളുടെ ബോയ് ഫ്രണ്ട് അവളെ ഗവനിക്കാതെ ഫോണിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ സീരിയസ് ആയി എന്തോ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് തോന്നും, പക്ഷേ നോക്കിയാലോ അവൻ ഈ പെൺകുട്ടികളുടെ വീഡിയോസ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നൊരു ഫോൺ കോൾ വരുന്നത് കൊണ്ട് തന്നെ അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് പോയി സംസാരിക്കുന്നുണ്ട്. അയാൾ അവിടെ നിന്ന് പോയതിനു ശേഷം അവളുടെ സ്റ്റെപ്പ് സിസ്റ്റർ അവിടെ ഇവിടെയൊക്കെ നോക്കുമ്പോഴാണ് ഹീറോയിനും കൂടി ഫുഡ് കഴിക്കുന്നത് കാണുന്നത്. സന്തോഷകരമായി പൊക്കോണ്ടിരിക്കുന്ന അവരുടെ നിമിഷങ്ങളെ നശിപ്പിക്കാനായി അവളാണെങ്കിൽ ഹീറോയുടെ അടുത്തേക്കും ചെല്ലുന്നു. വന്ന് നിങ്ങൾക്ക് ഇവിടെയൊക്കെ വന്ന് ഭക്ഷണം കഴിക്കാറായോ, ഇവിടെയുള്ള ഓരോ ഡിഷസിനും എത്രമാത്രം വിലയാണെന്ന് ചോദിച്ച് അവരവളെ കളിയാക്കി സംസാരിക്കുന്നു. ഒരു കോഫി ഷോപ്പിലേക്ക് വന്നിട്ട് ഒരു കോഫിയും ഓർഡർ ചെയ്ത് മണിക്കൂറുകളോളം അവിടെ ഇരുന്ന് സംസാരിക്കുമല്ലോ, അതുപോലെ ഇവിടെയും ചെയ്യാനാണോ പ്ലാൻ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവരെ എത്രത്തോളം നാണം കെടുത്താമോ അത്രത്തോളം നാണം കെടുത്തുന്ന രീതിയിൽ സംസാരിക്കുന്നു. ഇവളെ കുറച്ച് ഓവറായി സംസാരിക്കുന്നുണ്ടല്ലോ, ഇവളുടെ ബോയ് ഫ്രണ്ട് എന്താണ് ചെയ്യുന്നേ എന്നൊന്ന് അറിയണമല്ലോ എന്ന് കരുതിക്കൊണ്ട് തന്നെ ഹീറോ കസിൻ ബ്രദറിന് മെസ്സേജ് അയച്ച് അവളുടെ ബോയ് ഫ്രണ്ട് എന്താണ് ചെയ്യുന്നതെന്ന് അറിയുന്നുണ്ട്. അവളുടെ ബോയ് ഫ്രണ്ട് വേറെ ആയിരുന്നില്ല, ഹീറോയുടെ മറ്റൊരു കസിൻ ബ്രദർ ആയിരുന്നു. ഓരോ വർഷങ്ങൾക്ക് മുമ്പ് അവൻ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചിരുന്നു. ഇപ്പോൾ ഹീറോയിന്റെ സ്റ്റെപ്പ് സിസ്റ്ററെ പ്രണയിച്ച് അവൾക്കൊരു കുഞ്ഞിനെയും കൊടുത്ത് വഞ്ചിക്കുകയാണ് അവൻ. കുഞ്ഞ് ജനിച്ചതിന് ശേഷം അവളെ വിവാഹം കഴിക്കാമെന്നാണ് അവൻ വാക്കുകൊടുത്തിരിക്കുന്നതും. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ഹീറോയ്ക്കാണെങ്കിൽ ചിരി അടക്കാൻ സാധിച്ചില്ല. അവനാവട്ടെ ആ പെൺകുട്ടിയോട്, നിന്റെ ആള് അവിടെ ആരോട് ഭയങ്കരമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, അവന്റെ പേഴ്സണൽ കോൾ ആയതുകൊണ്ടായിരിക്കുമല്ലോ നിന്നെ അകറ്റിയിട്ട് സംസാരിക്കുന്നേ, ആദ്യം നീ പോയി അവനെ ഗവനിക്കാൻ നോക്ക്, അല്ലാതെ ഞങ്ങളുടെ പിന്നാലെ നടക്കാതെ എന്ന് പറഞ്ഞ് ഹീറോ അവളെ നാണം കെടുത്തി അവിടെ നിന്ന് പറഞ്ഞയക്കുന്നു. ആകെ നാണക്കേടായല്ലോ എന്ന് മനസ്സിലോർത്തുകൊണ്ട് തന്നെ ആ പെൺകുട്ടി അവിടെ നിന്ന് നടന്നു നീങ്ങുന്നു. ഇപ്പോഴൊന്നും പറയണ്ട ആ പാവത്തിനോട് എന്ന് ഈ വാർത്ത അറിഞ്ഞപ്പോൾ ഹീറോയിൻ പറയുന്നുണ്ട്. വീട്ടിലെത്തിയപ്പോൾ അവളുടെ ഫ്രണ്ട് ആവട്ടെ ഒരു റെസ്റ്റോറന്റിലെ വെയിട്രസായി വർക്ക് ചെയ്യാനായി ജോലി ഒഴിവുണ്ടെന്ന് അവളെ മെസ്സേജിലൂടെ അറിയിക്കുന്നു. അവൾക്കാണെങ്കിൽ സന്തോഷമാവുന്നുണ്ട്. ഹോട്ടലിലുണ്ടായ പ്രശ്നങ്ങൾ പോലൊന്നും റെസ്റ്റോറന്റിൽ ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ട് തന്നെ അവൾ പോയി സന്തോഷത്തോടെ തന്നെ ജോയിൻ ചെയ്യുകയും ചെയ്യുന്നു. പക്ഷെ ഫസ്റ്റ് ദിവസം തന്നെ അവൾ ഹീറോയുടെ മുമ്പിൽ പോയി പെടുന്നുണ്ട്. രണ്ടുപേരും പരസ്പരം കാണുന്നുകൊണ്ട് ഹീറോ ആണെങ്കിൽ ഒരുപാട് പ്രായക്കൂടുതലുള്ള ഒരു സ്ത്രീയുമായിട്ടാണ് അവിടേക്ക് വന്നത്. ഹീറോയിനെ ഇവൻ എന്തിനാ ഇത്രയും പ്രായമുള്ള സ്ത്രീയുമായിട്ട് ചുറ്റിക്കൊണ്ടിരിക്കുന്ന, ഒരുപക്ഷെ ഷുഗർ ഡാഡി പോലെ തന്നെ ഷുഗർ മമ്മി ആയിരിക്കുമോ എന്നൊരു തോന്നല് ഹീറോയിന്റെ ഉള്ളിൽ തോന്നാതിരുന്നില്ല. എന്നാൽ താനാണ് പ്രസിഡന്റ് ലൂ എന്നുള്ള സത്യം ഹീറോയിൻ മനസ്സിലാക്കുമോ എന്ന ഭയമായിരുന്നു ഹീറോയുടെ ഉള്ളില്. എന്നാൽ ആ സ്ത്രീ ആവട്ടെ ഹീറോയുടെ അമ്മയുടെ സഹോദരിയായിരുന്നു, അതായത് ചെറിയമ്മ. ഇവരുടെ മകളാണെങ്കിൽ ഇച്ചിരി പ്രശ്നക്കാരിയാണോ, പഠിക്കുന്ന കാര്യത്തിലൊക്കെ വളരെ ഉഴപ്പായിരുന്നു. അവരുടെ മകളെ എങ്ങനെയല്ലോ നേരെയാക്കി എടുക്കുന്ന വിവരം പറയാൻ വേണ്ടിയിട്ടാണ് ഹീറോ അടുത്ത് അവർ വന്നിരിക്കുന്നത്. ഹീറോ ആണെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട, എല്ലാ കാര്യങ്ങളും നമുക്ക് ഓക്കെ ആക്കാമെന്നും പറയുന്നു. ഹീറോയിൻ അവിടെ മറഞ്ഞു നിന്നവരുടെ സംസാരം കേൾക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾക്കൊന്നും കേൾക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഈ വയസ്സിന് മുതിർന്ന സ്ത്രീയുമായി നീ ഇവിടെ എന്ത് ചെയ്യുകയാണെന്ന് തന്നെ ഹീറോയിൻ മനസ്സിലോർത്ത് വളരെയധികം ദേഷ്യത്തിൽ അവിടെ നിന്ന് അവർ ഇരുവരെയും നോക്കുന്നുണ്ട്. അവിടുത്തെ ജോലി കഴിഞ്ഞ് ഹീറോയിൻ അവിടെ ഒരു പെൺകുട്ടിയെ ട്യൂഷൻ പഠിപ്പിക്കാനായി ഒരു വീട്ടിലേക്ക് പോകുന്നു. ആ പെൺകുട്ടി കുറെ നേരം കഴിഞ്ഞാണ് വാതിൽ തുറന്നത്. അന്നേക്ക് തന്നെ ആ പെൺകുട്ടി ഹീറോയിനെ ഫയർ ചെയ്യുന്നുണ്ട്. എന്നെ ട്യൂഷൻ പഠിപ്പിക്കാനാണോ വന്നിരിക്കുന്നത്, എനിക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോകാൻ നോക്കുന്നത് തന്നെ അവൾ പറയുന്നു. ഇത് വേറെ ആരുമായിരുന്നില്ല, ഹീറോയുടെ ചെറിയമ്മയുടെ മകളായിരുന്നു. കുറച്ചു മുമ്പ് ഹീറോ സംസാരിച്ചുകൊണ്ടിരുന്നില്ലേ ആ സ്ത്രീയുടെ മകൾ. അതിന് ഹീറോയിൻ പ്ലീസ് എന്നെ ഹെൽപ്പ് ചെയ്യണം, ഞാനാണെങ്കിൽ വളരെ പാവപ്പെട്ട കുടുംബത്തിലുള്ളതാണ്, എനിക്കും പഠിക്കാൻ അത്ര ഇഷ്ടമൊന്നുമില്ല, പക്ഷേ എക്സാം എഴുതി എനിക്ക് പാസ്സായേ മതിയാവൂ, വേറെ വഴിയില്ല, എക്സാം എഴുതണമെങ്കിൽ ഫീസ് അടച്ചേ മതിയാവൂ. എനിക്ക് അച്ഛനില്ല, രണ്ടാനച്ഛൻ മാത്രമേ ഉള്ളൂ. അയാളാണെങ്കിൽ അയാളുടെ മാനസിക വെല്ലുവിളി നേരിടുന്ന മകനെ കൊണ്ട് എന്നെ വിവാഹം കഴിപ്പിക്കാനായി തീരുമാനിക്കുകയും അങ്ങനെ ഞാൻ വീട് വിട്ടു വന്നതാണെന്നും ഒക്കെ അവളുടെ ജീവിതകഥ ആ പെൺകുട്ടിയോട് അവൾ തുറന്നു പറയുന്നു. അങ്ങനെ അതൊക്കെ പറഞ്ഞ് അവൾ ആ പെൺകുട്ടിയെ സമാധാനപ്പെടുത്തി വീടിനുള്ളിലേക്ക് കയറുന്നുണ്ട്. എന്നാൽ ആ പെൺകുട്ടി ആവട്ടെ, ഞാൻ നിനക്കൊരു ഹെൽപ്പ് ചെയ്യാം, നിന്റെ രണ്ടാനച്ഛനെ കൊന്നുകളയാനായി ഞാൻ നിന്നെ സഹായിക്കാം, അതുപോലെ തന്നെ എന്റെ ചേട്ടനെ ഒരു പെൺകുട്ടി പറ്റിച്ച് കല്യാണം കഴിച്ചിട്ടുണ്ട്, അവളെ നീയും കൊന്നു തരണമെന്ന് പറഞ്ഞ ഒരു കത്തിയുമായി ഹീറോയിന്റെ അടുത്തേക്ക് അവൾ ചെല്ലുന്നു. നമ്മൾക്ക് രണ്ടുപേർക്കും ആവശ്യമുള്ളത് രണ്ട് കാര്യങ്ങളാണെങ്കിലും രണ്ടുപേർക്കും പരസ്പരം ഹെൽപ്പ് ചെയ്തത് നടത്താമെന്ന് പറയുന്നു. ഹീറോയിനാണെങ്കിൽ ഇതൊക്കെ വലിയ ക്രൈമാണ് മോളെ, എന്ത് കാര്യം ഉണ്ടെങ്കിലും നമുക്ക് ഇരുന്ന് സംസാരിക്കാം, ആദ്യം ആ കത്തി ഒന്ന് താഴെ വെക്കുന്ന ഹീറോയിൻ അവളുടെ അടുത്ത് പറയുന്നു. പിറ്റേ ദിവസം ഹീറോയിന്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. അവനുള്ളിൽ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, അവൾക്ക് അവനെ തീരെ ഇഷ്ടമല്ലാത്തത് കൊണ്ടായിരിക്കാം അവനെ ഇങ്ങനെ അവോയ്ഡ് ചെയ്ത് പല പല ജോലികളും പോയി ചെയ്യുന്നേ എന്ന് തോന്നുന്നു. നമ്മൾ ഇരുവരുടെയും വിവാഹം കഴിഞ്ഞിട്ട് ഇത്രയും നാളായില്ലേ, ഇനിയെങ്കിലും നിന്റെ അച്ഛനും അമ്മയും പോയി കണ്ടിട്ട് വരാമെന്ന് ഹീറോ പറയുമ്പോൾ 6 ലക്ഷത്തിന്റെ പേരും പറഞ്ഞ് അവിടെ ചെല്ലുമ്പോൾ ഹീറോയെ അയാൾ അപമാനിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഹീറോയിൻ രണ്ടാനച്ഛൻ വീട്ടിലില്ലെന്നും അയാളുടെ നാട്ടിലേക്ക് പോയിരിക്കുകയാണെന്നും പറഞ്ഞ് അവൾ അവനെ ഒഴിവാക്കി വിടാൻ ശ്രമിക്കുന്നു. അതേസമയം തന്നെ ഹീറോയിൻ മനസ്സിൽ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ഹീറോയ്ക്ക് ഒരുപാട് ചോയ്സസ് ഉണ്ട്, അവനാണെങ്കിൽ ഒരുപാട് പെൺകുട്ടികളോടൊപ്പം കറങ്ങുന്ന പോലെ അവൾക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവനൊരു ശല്യമാവണ്ടെന്ന് കരുതി ഹോസ്റ്റലിൽ പോയി നിന്ന് കോളേജിലേക്ക് പോവാമെന്നൊരു തീരുമാനം അവൾ എടുക്കുന്നു. എന്നാൽ ഹീറോയിൻ അറിയില്ലല്ലോ അവന്റെ ചെറിയമ്മയാണ് അവനോടൊപ്പം വന്ന് റെസ്റ്റോറന്റിൽ ഉണ്ടായിരുന്നു എന്നുള്ള വിവരം. അങ്ങനെ ഹീറോയിൻ ഹോസ്റ്റലിൽ എത്തിയപ്പോൾ ഫ്രണ്ട്സ് ഒക്കെ
ആവട്ടെ അവളെ അന്താളിപ്പോടെ നോക്കുന്നുണ്ട്. അവള് കാണാൻ തന്നെ വളരെ മാറിപ്പോയല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു ഫ്രണ്ടിന് അവളെ വളരെ വലിയ ഇഷ്ടമായിരുന്നെങ്കിലും മറ്റൊരു ഫ്രണ്ടിന് അവളോട് അത്ര ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. ഹീറോയിൻ വീട്ടിലില്ലാത്തത് കൊണ്ട് തന്നെ ഹീറോ അവന്റെ ഫ്രണ്ട്സിനെയൊക്കെ കാണാനായി ഒരു ക്ലബിലേക്ക് പോകുന്നുണ്ട്. ഇതേ സമയം തന്നെയാണ് അവന്റെ അമ്മ അവന് വേണ്ടി കണ്ടുപിടിച്ചിരുന്ന പെൺകുട്ടിയില്ലേ, അവള് ഹീറോ അറിയാതെ അവരുടെ ഫോട്ടോസ് എടുത്തില്ലായിരുന്നു. അതൊക്കെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ട് ഇതെന്റെ ബോയ് ഫ്രണ്ട് ആണെന്നും പറഞ്ഞ് ക്യാപ്ഷൻ കൊടുത്ത് പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. അവന്റെ ഫ്രണ്ട് അവനോട് ചോദിക്കുന്നുണ്ട്, ഇതെന്താടാ നീ ഓൾറെഡി മാരേജ് കഴിച്ചു എന്ന് പറഞ്ഞ് എന്നിട്ട് നിന്റെ വീട്ടുകാർ ഉറപ്പിച്ചു വെച്ച പെൺകുട്ടിയും കറക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നെന്ന് തോന്നുന്നല്ലോ എന്ന്. ചുമ്മാ ഭ്രാന്ത് പറയാതിരിക്കെ, എനിക്ക് അവളെ തീരെ ഇഷ്ടമല്ല. ഞാൻ അവളോട് പറഞ്ഞതുമാണ് എന്റെ വിവാഹം കഴിഞ്ഞതാണെന്ന്. പിന്നെ ഓരോന്ന് ചെയ്ത് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ അമ്മയാണ് ഇതിനൊക്കെ കാരണം. ഇത്രയും സ്വാതന്ത്ര്യം അവൾക്ക് കൊടുക്കുന്നതും അമ്മ തന്നെയാണ്. അമ്മയ്ക്ക് അവളെ വലിയ ഇഷ്ടമാണ്. ആ പേരും പറഞ്ഞാണ് അവൾ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത്, അല്ലാതെ വേറെ ഒന്നുമില്ല. എനിക്ക് അവളെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് ഹീറോ അവരോട് വളരെയധികം ദേഷ്യപ്പെടുന്നുണ്ട്. ഹീറോ അവിടെ ഒരു സ്ഥലം വരെ പോയിട്ട് വരാന്ന് പറഞ്ഞ് നിറയെ ഗിഫ്റ്റ്സ് ഒക്കെ വാങ്ങി ഹീറോയിന്റെ വീട്ടിലേക്ക് തന്നെ അവളെ കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. ഹീറോയിൻ അത് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇരുവരും കണ്ടപ്പോൾ അവളുടെ അമ്മയ്ക്ക് വല്ലാതെ സന്തോഷമാവുന്നുണ്ട്. അതുമാത്രമല്ല ഹീറോ അവിടെ ഗിഫ്റ്റ്സ് ഒക്കെ എടുത്തു വെക്കുന്നുണ്ട്. അവളുടെ അമ്മ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ലെങ്കിലും രണ്ടാനച്ഛന്റെ മകളുണ്ടല്ലോ, ഇവിടെയുള്ള സാധനങ്ങൾ തന്നെയാണ് നിങ്ങൾ ഈ വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്, വലിയ വാല്യൂ ഉള്ളതുപോലെ ഇവിടെ വന്ന് കൊണ്ടുവച്ചിരിക്കുന്ന നോക്ക് എന്നൊക്കെ പറഞ്ഞവരെ അപമാനിച്ച് സംസാരിക്കുന്നുണ്ട്. എന്നാൽ ഹീറോയിന്റെ അമ്മയാവട്ടെ അവളെ അവിടെ നിന്ന് പിടിച്ച് മാറ്റി നിർത്തിയതിനു ശേഷം 6 ലക്ഷത്തിന്റെ കാര്യം പറഞ്ഞിരുന്നു എന്ന് തിരക്കുന്നുണ്ട്. ഇതുവരെ പറഞ്ഞിട്ടില്ല എന്ന് ഹീറോയിൻ മറുപടിയും പറയുന്നു. ഇതേസമയം തന്നെ അവളുടെ രണ്ടാനച്ഛൻ അവിടേക്ക് കടന്നു വന്ന്, എത്ര നേരം കൊണ്ട് നീയൊക്കെ രഹസ്യം പറയുകയാ? നീ ഇപ്പോൾ പണം തരുന്നോ ഇല്ലേ? ഒരു കല്യാണം കഴിച്ചൊരു പെണ്ണിനെ കൊണ്ടുപോകുമ്പോൾ പണം നൽകിയിട്ട് വേണം കൊണ്ടുപോകാനെന്ന് അറിയില്ലേ? വിവാഹത്തിന് വേണ്ടി 6 ലക്ഷം രൂപ പോലും തരാൻ ഗതിയില്ലാത്തവൻ എന്തിനാ വിവാഹം കഴിക്കുന്നതെന്ന് ചോദിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ അയാൾ അവിടെ വെച്ച് വിളിച്ചു പോകുന്നു. ഹീറോയ്ക്കാണെങ്കിൽ എന്താണ് കാര്യമെന്ന് മനസ്സിലാവുന്നോ ഇല്ല. സ്റ്റെപ്പ് സിസ്റ്റർ അടുത്ത് എന്താണ് കാര്യമെന്ന് അന്വേഷിക്കുമ്പോൾ ഇവിടെ നിന്നൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊണ്ടുപോയപ്പോൾ നിങ്ങൾ ഞങ്ങൾക്ക് എന്തെങ്കിലും തന്നിട്ടാണോ പോയേ എന്ന് ചോദിക്കുന്നു. സ്ത്രീധനത്തെ പറ്റിയാണ് അവർ പറയുന്നതെന്ന് ഹീറോയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. ഹീറോയിന്റെ അമ്മയാവട്ടെ ഹീറോയിന്റെ അടുത്ത് ഇപ്പോൾ തന്നെ മരുമകനെയും കൊണ്ട് ഇവിടം വിട്ട് പോകാൻ നോക്ക്, അല്ലെങ്കിൽ ഇയാൾ ഇവിടെ പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറയുന്നു. നീയൊക്കെ എവിടെ പോകുമെന്ന, ഇവിടെ നിന്ന് ആരും പുറത്തു പോകാൻ പോകുന്നില്ല എന്ന് പറഞ്ഞതിനു ശേഷം അയാൾ വാതിൽ പൊട്ടി ചാവി അയാളുടെ പോക്കറ്റിലേക്ക് വെക്കുന്നുണ്ട്. 6 ലക്ഷം തന്നിട്ട് നീയൊക്കെ ഇവിടെ നിന്ന് പോയാൽ മതിയെന്നും അയാൾ കൂട്ടിച്ചേർക്കുന്നു. ഉടനടി തന്നെ ഹീറോ ആവട്ടെ സ്വന്തം മകളല്ലാത്ത ഇവളിൽ നിന്ന് പണം ചോദിച്ച് നിങ്ങൾ ശല്യപ്പെടുത്തുന്നതായി ഞാൻ പോലീസ് സ്റ്റേഷനിലെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, നിങ്ങൾ ഒരിക്കലും പുറം ലോകം കാണില്ല എന്ന് പറഞ്ഞ് അയാളെ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഉടനടി തന്നെ രണ്ടാനച്ഛന്റെ അടുത്തേക്ക് അയാളുടെ മകൾ ഓടി വന്നിട്ട് ഈ ഒരു പ്രാവശ്യത്തേക്ക് അവരെ അങ്ങ് വിട്ടേക്കച്ച, പോലീസ് കേസൊക്കെ ആയാൽ വലിയ പ്രശ്നമാവും. അടുത്ത പ്രാവശ്യം ഇവരെ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറയുന്നു. ഹീറോ ഉടനടി തന്നെ ഹീറോയിന്റെ കൈ പിടിച്ചിട്ട് ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല, ബാ നമുക്ക് പോവാന്ന് പറഞ്ഞ് അവളെ അവിടെ നിന്ന് കൂട്ടി കൊണ്ടുപോകുന്നു. ഹീറോയിൻ ഹോസ്റ്റലിലാണല്ലോ താമസിക്കുന്നത്, അതുകൊണ്ട് തന്നെ അവളെ ഹോസ്റ്റലിലേക്ക് കൊണ്ടാക്കാൻ പോകുമ്പോൾ അവിടെ നല്ല മഴയായിരുന്നു. അവൾ നനയാതിരിക്കാൻ വേണ്ടിയിട്ട് ഹീറോ കൊട അവളുടെ അടുത്തേക്ക് തന്നെയാണ് പിടിച്ചിരുന്നത്. ഹീറോയുടെ ദേഹമൊക്കെ നനയുന്നുമുണ്ട്. ഒന്ന് വെയിറ്റ് ചെയ്ത് ഇതാ വരുന്നു എന്ന് പറഞ്ഞ് ഹീറോയിൻ മുകളിലേക്ക് പോയി ടവലൊക്കെ എടുത്തുകൊണ്ട് വന്ന് അവന്റെ ദേഹമൊക്കെ തുടച്ചു കൊടുക്കുന്നു. ഹീറോ ഇതേ സമയം അവന്റെ അടുത്തേക്ക് അവളെ വലിച്ചടുപ്പിക്കുന്നുണ്ട്. അവള് വല്ലാതെ പതറിപ്പോകുന്നുണ്ട്. ഈ നിമിഷം ഇരുന്നുകൊണ്ടായിരുന്നില്ല അവൻ അവളെ അടുത്തേക്ക് പിടിച്ചടിപ്പിച്ചത്. അവളുടെ തലയിൽ മഴത്തുള്ളികൾ വീണിരുന്നു. അതൊക്കെ അവൻ ടവൽ കൊണ്ട് തുടച്ചു കൊടുക്കുന്നു. അതിനുശേഷം ഹീറോയിൻ ആവട്ടെ മഴ നനഞ്ഞതുകൊണ്ട് തന്നെ അവന് തണുക്കുമെന്ന് പറഞ്ഞ് ഹോട്ട് വാട്ടർ ഒക്കെ കൊടുക്കുന്നു. ഈ കാഴ്ച ഹീറോയിന് എത്ര ഇഷ്ടമല്ലാത്ത ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, അവളുടെ റൂംമേറ്റ്, ആ പെൺകുട്ടി കാണുന്നുണ്ട്. ഇവൾ ആരോടായി സംസാരിക്കുന്നത്? പണക്കാര പയ്യനെ പോലെ തോന്നുന്നല്ലോ. അവന്റെ ഫേസ് ആ പെൺകുട്ടി കണ്ടിരുന്നില്ല. ഹീറോയിനെ ഇഷ്ടമുള്ള മറ്റൊരു റൂംമേറ്റ് ഇല്ലേ, ആ പെൺകുട്ടി ഹീറോയിന്റെ അടുത്ത് വന്നിട്ട് നമ്മുടെ കോളേജിൽ ധനികയായ പെൺകുട്ടിയുടെ ബർത്ത്ഡേ ഫംഗ്ഷൻ നടക്കുകയാണ്. അവൾക്കാണെങ്കിൽ ഒരു കൂട്ടുകാരിയെ പോലെ കൂടെ കൂട്ടാൻ യാതൊരു കഴിവുമില്ലാത്ത മന്ദബുദ്ധിയെ പോലെ ഒരു പെൺകുട്ടി ആവശ്യമുണ്ട്. അങ്ങനെ അഭിനയിക്കുന്നവർക്ക് 6000 രൂപ അവള് നൽകുന്നതായിരിക്കും. ഇത് കേട്ടപ്പോൾ ഹീറോയിന് സന്തോഷമാവുന്നുണ്ട്. 6000 രൂപ ലഭിക്കുമെന്ന് ഓർത്തിട്ട് ഹീറോയിൻ ആ പാർട്ടിയിലേക്ക് പോകാൻ തയ്യാറാവുന്നു. ഹീറോയിൻ കൊടുത്ത ചൂടുവെള്ളത്തിന്റെ ഫ്ലാസ്ക് ഹീറോ താഴെ പോലും വെച്ചിരുന്നില്ല. അത്ര ശ്രദ്ധാപൂർവ്വം അത് ടേബിളിൽ വെച്ചിരിക്കുന്ന കണ്ടിട്ട് ഹീറോയെ കസിൻ ബ്രദർ കളിയാക്കുന്നുണ്ട്. പിന്നീട് ഹീറോയിൻ റിയമ്മയുടെ മകളെ ട്യൂഷൻ എടുക്കാനായി അവരുടെ വീട്ടിലേക്ക് പോകുമ്പോൾ ആ പെൺകുട്ടി അവിടെ പുസ്തകം തുറന്നപ്പോൾ തന്നെ ഉറക്കം വരുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ കിടക്കുന്നുണ്ട്. ഹീറോയിനാണെങ്കിൽ അവളെ വഴക്കെങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ജോലിയിൽ നിന്ന് പുറത്താകുമോ എന്നുള്ള ഭയമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടി എന്ത് പറഞ്ഞാലും ഹീറോയിൻ ഒന്നും മിണ്ടാതെ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ആ പെൺകുട്ടി പറയുന്നുണ്ട്, എന്റെ ചേട്ടനെയാണെങ്കിൽ ഒരു പെൺകുട്ടി എന്തൊക്കെയോ പറഞ്ഞ് മയക്കി വിവാഹം കഴിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ ചേച്ചിയുടെ മകളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്നാണ് കരുതിയിരുന്നത്. എന്റെ ചേച്ചി ഒരു പാവോ, അവളെ പറ്റിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞ് ഫീൽ ചെയ്ത് ഹീറോയിനോട് പറയുന്നു. ചില പെൺകുട്ടികൾ വളരെ മോശമാണെന്ന് പറഞ്ഞ് ഹീറോയിൻ അവളെ പറ്റി തന്നെയാണ് പറയുന്നതെന്ന് അറിയാതെ പറയുന്നുണ്ട്. എന്നാൽ ഒരു ദിവസം ആ പെൺകുട്ടിയെ അടിച്ചിറക്കി വിട്ടതിന് ശേഷം തന്റെ ചേച്ചിയുടെ മകളെ തന്നെ ചേട്ടനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുമെന്നും അതിനുവേണ്ട എല്ലാ സഹായങ്ങളും ഹീറോയിൻ ചെയ്തു തരണമെന്നും പറഞ്ഞ് അവളെ കമ്പൽ ചെയ്ത് സത്യം ചെയ്യിക്കുന്നു. പിന്നീട് ഹീറോ ആണ് കാണിക്കുന്നത് അവന്റെ മുറപ്പെണ്ണാവട്ടെ അവൻ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ഫ്ലവർ ബൊക്കെയുമായി അവനെ വെയിറ്റ് ചെയ്ത് നിൽക്കും.
ഇവൾ എന്തിനാ എന്നെ എങ്ങനെ ടോർച്ചർ ചെയ്യുന്നത്? ഞാൻ പോകുന്ന സ്ഥലമെല്ലാം ഇവൾക്ക് എങ്ങനെ അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഹീറോ ആവട്ടെ അവന്റെ കസിൻ ബ്രദറിനെ വഴക്ക് പറയുന്നുണ്ട്. ഞാൻ നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞു, എനിക്ക് ഓൾറെഡി കല്യാണം കഴിഞ്ഞതാണ്, എന്തിനാ ഇങ്ങനെ ഭ്രാന്തിയെ പോലെ എന്റെ പിന്നാലെ നടക്കുന്നത്? ഞാൻ എന്റെ വൈഫിനെ മാത്രമേ പ്രണയിക്കുന്നുള്ളൂ, ഇനിയും എന്റെ പിന്നാലെ നടക്കരുതെന്ന് പറഞ്ഞ് ഹീറോ അവളെ വഴക്ക് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. ഇതും കൂടെ കേട്ടപ്പോൾ ആ പെൺകുട്ടിക്ക് വളരെയധികം ദേഷ്യം തോന്നുന്നുണ്ട്. അവളെ എത്ര വലിയ ആളായിരുന്നാലും അവളെ വെറുതെ വിട്ടുകൂടാന്നും ഹീറോയിന്റെ മേലിൽ അത്രയധികം വെറുപ്പ് ആ പെൺകുട്ടിക്ക് തോന്നുന്നുണ്ട്. പിന്നീട് ഹീറോയിന്റെ ഫ്രണ്ട് അവളുടെ അടുത്ത് വന്നിട്ട് ആ പെൺകുട്ടി എന്ത് പറഞ്ഞാലും അതിനൊക്കെ നീ ചിരിച്ചോണം, അവൾ എന്ത് പറഞ്ഞാലും നീ അനുസരിച്ചോണം, അവൾ നിന്നെ വിഷമിപ്പിച്ചാലും ഭ്രാന്തി എന്ന് വിളിച്ചാലും നീ ചിരിച്ചോണ്ടിരിക്കാനേ പാടുള്ളൂ, നിന്റെ അറിവും ബുദ്ധിസാമർഥ്യവും സൗന്ദര്യവും ഒന്നും അവിടെ കാണിക്കാൻ പാടില്ല, പെട്ടെന്ന് തന്നെ കണ്ണാടി എടുത്ത് വെക്ക് എന്ന് പറഞ്ഞ ആ പെൺകുട്ടി ഹീറോയിനെ ആ ധനികയായ സ്ത്രീയുടെ കാറിലേക്ക് കയറ്റിവിടുന്നു. ആ പെൺകുട്ടി വേറെ ആരുമായിരുന്നില്ല, ഹീറോയുടെ മുറപ്പെണ്ണായിരുന്നു. പെൺകുട്ടി ഹീറോയിനോട് പറയുന്നുണ്ട്, എനിക്ക് കാശിനെ പറ്റിയൊന്നും തീരെ ടെൻഷനില്ല, പക്ഷേ എല്ലാവരുടെ മുമ്പിൽ ഞാൻ മികച്ചവളും കേമിയുമായിരിക്കണം, അതിനു വേണ്ടിയിട്ട് ഒരു കാര്യത്തെക്കുറിച്ച് അറിവോ കഴിവോ ഇല്ലാത്ത പോലെ അഭിനയിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ഞാൻ എപ്പോഴും സുന്ദരിയായിരിക്കണം, അറിവുള്ളവളായിരിക്കണം എന്ന് കരുതിക്കൊണ്ട് തന്നെ ഫ്രണ്ടിന്റെ അടുത്തേക്ക് ഹീറോയിനെ കൂട്ടിക്കൊണ്ടുപോയി ആ പെൺകുട്ടി പരിഹസിക്കുന്നുണ്ട്. അവളുടെ ഫ്രണ്ട്സും ഹീറോയിനെ ബുള്ളി ചെയ്യുന്നു. എന്നാൽ ഹീറോയിൻ എല്ലാത്തിനും ചിരിച്ചുകൊണ്ട് തലയാട്ടിക്കൊണ്ടേയിരിക്കുന്നു. ഇതേ സമയമാണ് ചെറിയമേം കൊണ്ട് ഹീറോ സ്റ്റെയർ ഇറങ്ങി വരുന്നത്. ഈ കാഴ്ച ഹീറോയിനെ വല്ലാതെ ഞെട്ടലിലാഴ്ത്തുന്നുണ്ട്. കണ്ടില്ലേ, എല്ലാ പാർട്ടിയിലും അവൻ ഇവരോടൊപ്പം ചേർന്ന് അറ്റൻഡ് ചെയ്യാറുണ്ടല്ലോ, അവർക്ക് കമ്പനി കൊടുക്കാറുണ്ടല്ലോ എന്നൊക്കെ അവൾ മനസ്സിലോർക്കുന്നു. ഇതാണ് ഹീറോയുടെ ചേച്ചി ആശ്രയ അവരുടെ മകളെ കുറിച്ച് പുകഴ്ത്തി സംസാരിക്കുന്നുണ്ട്. അവൾക്കാണെങ്കിൽ ഈ കാലിഗ്രഫിയിലൊക്കെ നല്ലപോലെ ഇൻട്രസ്റ്റ് ഉണ്ട്, അതായത് ഈ വേർഡ്സ് ഒക്കെ ആർട്ട് ഫോമിൽ എഴുതുന്നത്, അത് എഴുതാനായിട്ട് അവളുടെ അമ്മ പെൺകുട്ടിയെ ക്ഷണിക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ ഹീറോയിന്റെ അടുത്തും അവളുടെ മറ്റു കൂട്ടുകാരികൾ നീയും പോയി അവളുടെ കൂടെ എഴുതെന്ന് പറഞ്ഞ് കമ്പല് ചെയ്യുന്നുണ്ട്. എന്നാൽ ഹീറോയിൻ ആവട്ടെ തനിക്ക് എഴുതാനൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് തലയാട്ടുന്നു. എങ്കിൽ പിന്നെ പോയൊരു പാട്ട് പാടെന്ന് അവർ പറയുമ്പോൾ ഹീറോയിന് അതും അറിയില്ല എന്ന് പറയുന്നു. പിന്നെ നിനക്ക് എന്താ അറിയാ, കഴിക്കാൻ മാത്രമേ അറിയൂ എന്ന് പറഞ്ഞ് അവളെ എല്ലാവരും ചേർന്ന് കളിയാക്കുന്നുണ്ട്. അമ്മയ്ക്ക് കാലിഗ്രഫി മാത്രം എഴുതി കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഹീറോയിനെ നിർബന്ധപൂർവ്വം തന്നെ ആ പെൺകുട്ടി കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോഴാണ് ഹീറോ അവളെ കാണുന്നത്. എന്റെ വൈഫ് ഇവിടെ എന്ത് ചെയ്യുകയാണെന്ന് ഹീറോ അതിശയത്തോടെ തന്നെ അവളെ നോക്കുന്നുണ്ട്, അതും ഈ വേഷത്തില്. ഹീറോയിൻ മനഃപൂർവ്വം തന്നെ ഇടത്തെ കൈവച്ച് എഴുതുന്നുണ്ട്. വലത്തെ കൈവച്ച് എഴുതിയാൽ അവളുടെ ഹാൻഡ് റൈറ്റിംഗ് നല്ലതാവുമെന്ന് അവൾക്ക് അറിയാമായിരുന്നു. ആ പെൺകുട്ടിയുടെ ഹാൻഡ് റൈറ്റിംഗ് തന്നെ മികച്ചു നിൽക്കണമെന്ന് കരുതിക്കൊണ്ടാണ് ഹീറോയിൻ ഇങ്ങനെ ചെയ്തത്. അങ്ങനെ ഹീറോയിന്റെ ഹാൻഡ് റൈറ്റിംഗ് വളരെയധികം മോശമാവുകയും ചെയ്യുന്നുണ്ട്. എല്ലാവരുടെ മുമ്പിൽ വെച്ച് ഹീറോയിനെ പരിഹസിച്ചുകൊണ്ട് ആ പെൺകുട്ടി അവളെ എഴുതിയത് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ഇത് കൊണ്ടുപോയി വെളിയിൽ വെച്ചാൽ തീർച്ചയായും യാതൊരു തരത്തിലുള്ള കണ്ണും പെടില്ല എന്ന് പറഞ്ഞ് ഹീറോയിനെ വളരെയധികം പരിഹസിച്ച ആ പെൺകുട്ടി സംസാരിക്കുന്നു. അതിനുശേഷം അവൾ വാഷ്റൂമിൽ പോയിട്ട് ഇറങ്ങുമ്പോൾ ഹീറോ അവളുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്തിനാ നീ ഇവിടെ വന്നത്, ആരുടെ കൂടെയാണ് വന്നത്, എന്തിനാ ഇങ്ങനെയൊക്കെ ഡ്രസ്സ് ചെയ്തിരിക്കുന്നതെന്ന് ഹീറോ അവളുടെ അടുത്ത് തുടരെ ചോദ്യം ചോദിക്കുന്നുണ്ട്. വളരെയധികം ദേഷ്യത്തിലായിരുന്നുകൊണ്ട് തന്നെ ഹീറോയിൻ അവിടെ നിന്ന് പോകാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഹീറോ അവളുടെ കൈ തടഞ്ഞുകൊണ്ട് മര്യാദയ്ക്ക് ഞാൻ ചോദിച്ചതിനുള്ള മറുപടി പറയാനാ പറഞ്ഞേ എന്ന് പറയുമ്പോൾ ഞാനെന്തിനാ നിങ്ങളോട് സംസാരിക്കുന്നത്, നിങ്ങൾ ആരുടെ കൂടെ വന്നോ അവരോട് പോയി സംസാരിക്കുന്ന ഹീറോയിൻ മുഖത്തടിച്ച വണ്ണം തന്നെ പറയും. ഇവളത് എന്തൊക്കെയാ ഈ പറയുന്നത്, ഞാൻ ആരുടെ കൂടെ വന്നെന്നാ ഇവളീ പറയുന്നത് എന്നവൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അവളാണെങ്കിൽ അവന്റെ ചെറിയമ്മയുടെ കാര്യമാണ് പറയുന്നതെന്ന് അവൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. ഇതെന്റെ ജോലിയാണ്, എന്റെ ജോലി മാത്രമാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്, അതിൽ നിങ്ങൾ ഇടപെടേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ തന്നെ ഹീറോയിൻ അവിടെ നിന്ന് പോകുന്നു. നീ എന്താ പറയാൻ വന്നേന്ന് വെച്ചാൽ അത് മുഴുവൻ പറഞ്ഞിട്ട് പോയെന്ന് ഹീറോ അവിടെ നിന്ന് ഉച്ചയുയർത്തി ഹീറോയിനോട് ചോദിക്കുന്നുണ്ടെങ്കിലും അവള് കേൾക്കാത്ത മട്ടിൽ തന്നെ അവിടെ നിന്ന് പോകുന്നു. ഇതേ സമയം തന്നെ കസിൻ ബ്രദർ അവന്റെ അടുത്ത് വന്നിട്ട് എല്ലാവരും നിങ്ങളെ അന്വേഷിക്കുന്നുണ്ടെന്ന് പറയുന്നു. അങ്ങനെ ഹീറോ അവരുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. എല്ലാവരും ഫുഡ് കഴിക്കാനിരിക്കുകയായിരുന്നു. ഹീറോയുടെ സഹോദരിയുടെ മകളും അവനടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. ചുമ്മാ ഇങ്ങനെ ഫുഡ് കഴിച്ചാൽ ഒരു രസവുമില്ല, നമുക്ക് ട്രൂത്ത് ഓർ ഡെയർ കളിക്കാമെന്ന് പറഞ്ഞ് അവർ ബോട്ടിൽ തിരിക്കുന്നുണ്ട്. നേരെ വന്ന് ഹീറോയുടെ സൈഡാണ് നിൽക്കുന്നത്. നിങ്ങളുടെ ഫേവറേറ്റ് പേഴ്സൺ ആരാണെന്നാണ് ഹീറോയ്ക്ക് കിട്ടിയ ക്വസ്റ്റ്യൻ. അവൻ ഒന്ന് ചിന്തിക്കാതെ പോലെ തന്നെ തന്റെ വൈഫാണെന്ന് മറുപടി പറയുന്നുണ്ട്. ഇവനെന്താ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ഷോക്കിൽ തന്നെ അവള് ഹീറോയെ നോക്കുന്നു. അടുത്ത പ്രാവശ്യം ബോട്ടിൽ കറക്കി വിട്ടപ്പോൾ ലൂഷന്റെ അടുത്താണ് ചെന്ന് നിൽക്കുന്നത്. അവളുടെ ഫേവറേറ്റ് പേഴ്സൺ ആരാണെന്ന് ചോദിക്കുമ്പോൾ തന്റെ തൊട്ടടുത്തിരിക്കുന്ന ആള് തന്നെയാണെന്ന് അവള് ഹീറോയെ നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്. അവളുടെ മറ്റു സുഹൃത്തുക്കളെല്ലാം കണ്ടില്ലേ അവളുടെ ഒരു ദിവ്യ പ്രണയം, വിവാഹം കഴിഞ്ഞിട്ട് പോയിട്ട് പോലും അവൾ എത്രത്തോളം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നു. എങ്ങനെയും ഹീറോയെയും മുറപ്പെണ്ണിനെയും ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവളുടെ ഫ്രണ്ട്സ് ഇങ്ങനെയൊക്കെ പറയുന്നത്. അത് ഹീറോയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ തലയ്ക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ, ഞാൻ ഓൾറെഡി എന്റെ മാരേജ് കഴിഞ്ഞെന്ന് പറഞ്ഞതല്ലേ, എന്റെ വൈഫിനെ മാത്രമേ ഞാൻ ലവ് ചെയ്യുന്നുള്ളൂ, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞ് ഞാൻ റെസ്റ്റ് റൂമിലേക്ക് പോവുകയെന്ന് പറഞ്ഞ് ഹീറോ അവിടെ നിന്ന് പോകുന്നുണ്ട്. പോയിട്ട് തിരികെ വരുമ്പോൾ അവനാവട്ടെ കസിൻ ബ്രദറിനെ അവിടെ നിന്ന് എഴുന്നേപ്പിച്ച് സഹോദരിയുടെ മകളുടെ അടുത്ത സീറ്റിൽ ഇരുത്തിയതിനു ശേഷം ഹീറോയിന്റെ അടുത്ത കസേരയിൽ തന്നെ ഹീറോയും ഇരിക്കുന്നു. അടുത്ത പ്രാവശ്യം ബോട്ടിൽ കറങ്ങി വന്നത് ഹീറോയിന്റെ അടുത്തായിരുന്നു. അവൾക്ക് ഫസ്റ്റ് കിസ് എപ്പോഴാണ് ലഭിച്ചതെന്നായിരുന്നു ചോദ്യം. കുറച്ചു നേരം അവൾ ഒന്നും മിണ്ടിയില്ല. അതിനുശേഷം ഇതുവരെയും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. എന്നാൽ അവരാവട്ടെ അല്ലെങ്കിൽ നിന്റെ ഈ കോലം കണ്ടാൽ ആർക്ക് കിസ് ചെയ്യാൻ തോന്നും എന്നൊക്കെ പറഞ്ഞ് അവളെ പരിഹസിക്കുന്നു. ഉടനടി തന്നെ ഹീറോ ആവട്ടെ അവളുടെ കണ്ണിലെ കണ്ണാടി റിമൂവ് ചെയ്യുന്നുണ്ട്. ഇവൻ എന്തിനാ ഇപ്പോൾ ഇങ്ങനെ ചെയ്തതെന്ന് അമ്പരപ്പോടെ അവന്റെ മുഖത്തേക്ക് നോക്കിയപ്പോഴോ അവനാവട്ടെ അവളെ പിടിച്ച് കിസ് ചെയ്യുന്നു. ഹീറോ ആവട്ടെ ഇപ്പോൾ ഇവളുടെ ഫസ്റ്റ് കിസ് കഴിഞ്ഞു, മതിയോ എന്ന് അവരോട് എല്ലാവരോടുമായി ചോദിക്കുന്നു.
വല്ലാത്ത ദേഷ്യവും നാണക്കേടും തോന്നിയ ഹീറോയിൻ ആവട്ടെ അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടിപ്പോകുന്നു. അവിടെയുള്ളവർക്കെല്ലാം വല്ലാതെ ഷോക്ക് ആവുന്നുണ്ട്. കുറച്ചു മുമ്പ് ഇവിടെ എന്താണ് നടന്നതെന്ന് എല്ലാവരും പരസ്പരം നോക്കുന്നു. ഇവിടെ നമ്മുടെ ഡ്രാമയുടെ ഫസ്റ്റ് പാർട്ട് അവസാനിച്ചിരിക്കുകയാണ്. ഡ്രാമയിലെ കുറച്ച് കൂട്ടുകാർ എന്നോട് പേര് പറയാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഹായ് ഗൗരി, ഷഫ, ഷർബീന, ആദിത്യൻ, കൃഷ്ണേന്ദു, അൻഷ, ലൈല, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും ഡ്രാമ കണ്ടാൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ഓപ്ഷൻ കൊടുക്കാനും മറക്കണ്ട. നാളെ തന്നെ ഈ ഡ്രാമയുടെ സെക്കൻഡ് പാർട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതുവരെയും എന്നെ സപ്പോർട്ട് ചെയ്ത് എന്റെ കൂടെ നിന്ന് എല്ലാ കൂട്ടുകാർക്കും നന്ദി. അപ്പോൾ നമുക്ക് നാളെ കാണാം. ബൈ ബൈ.